بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمسط له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية സമാദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് നടത്തപ്പെടുന്ന സ്വലാത്തിൻ്റെ 22ാം വാർഷിക സംഗമത്തോടനുബന്ധിച്ചാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. സ്വലാത്തുകളൊക്കെ നേരത്തെ ചൊല്ലി ഈ നല്ല സമയം നല്ലൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ഈ സദസ്സ് കാതോർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.
ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ ജീവിതത്തിലെയും പരലോക ജീവിതത്തിലെയും ഏറ്റവും വലിയ അവലംബമാണ്. ആ വിധത്തിൽ തന്നെ തങ്ങളെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാവിധി വിശ്വസിക്കാത്ത മനുഷ്യന്, യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യന് അവന് പൂർണ്ണ മുസ്ലിമാകാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുന്നതിന്, അവിടുത്തെ പഠിക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൽ മറ്റു എല്ലാ വിഷയങ്ങളെക്കാളും അധികം പ്രതിപാദനം നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങളായ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ പഠിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വേണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, ആ സ്വഭാവമായിരിക്കണം നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടുന്ന സ്വഭാവം. അവിടുന്ന് പഠിപ്പിച്ചു തന്ന ശൈലി ഏറ്റവും നല്ല ശൈലിയാണ്. അതിനോടൊക്കുന്ന ഒരു ശൈലി, അതിന് പകരമായി മറ്റൊരു ശൈലി ലോകത്ത് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിന്റെ ചലന നിശ്ചലനങ്ങളിൽ ഒരു മുസ്ലിം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ അവസ്ഥകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന അവസ്ഥകൾ, രൂപങ്ങൾ, ഭാവങ്ങൾ, അത് പഠിക്കുകയും പിൻപറ്റുകയും ജീവിതത്തിലെ ഏറ്റവും നല്ല മാർഗമായി നാം സ്വീകരിക്കുകയും വേണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം അവിടുന്ന് സ്നേഹിച്ചതും സഹായിച്ചതും അവിടുത്തെ ഉമ്മത്തിനെയാണ്. മറ്റു നബിമാരെക്കാൾ അധികം തങ്ങളെ വിശ്വസിച്ച ഉമ്മത്തിനോട് ഏറ്റവും വലിയ അനുകമ്പയുള്ള നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്നേഹവും ബഹുമാനവും നമ്മോടുള്ളത് കൊണ്ട് എല്ലാ സന്ദർഭങ്ങളും സുവർണാവസരങ്ങളും അവിടുന്ന് ഉപയോഗപ്പെടുത്തിയത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. എന്തെങ്കിലും തങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തത്തിന് വേണ്ടിയല്ല, അത് ഉമ്മത്തിന് വേണ്ടിയാണ്. അവിടുന്ന് പറഞ്ഞു, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ നബിക്കും ഉത്തരം നൽകപ്പെടുന്ന ഒരു ദുആ അല്ലാഹു തആല നൽകിയിരുന്നു. എല്ലാ നബിമാരും അത് ഉപയോഗപ്പെടുത്തി. ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം ആ പ്രാർത്ഥന നിർവഹിച്ചു. വിശ്വാസികളായ 80 ആളുകളെ അല്ലെങ്കിൽ 70 ചില്ലാനം ആളുകളെ ലഭിച്ചു. ബാക്കിയുള്ളവരെല്ലാം അല്ലാഹു തആല നശിപ്പിച്ചു.
ലൂത്ത് നബി അലൈഹിസ്സലാം ആ പ്രാർത്ഥന ഉപയോഗിച്ചു. 4 ലക്ഷം വരുന്ന ജനങ്ങളെ അല്ലാഹു തആല നശിപ്പിച്ചു. ഹൂദ് നബി അലൈഹിസ്സലാമും ആ പ്രാർത്ഥന നിർവഹിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു അട്ടഹാസം കൊണ്ട് ആ ജനത, അതിനോടനുബന്ധിച്ച് വന്ന ശക്തമായ കാറ്റുകളെ കൊണ്ടും ആ ജനതയുടെ അന്ത്യം അല്ലാഹു തആല കുറിച്ചു. എല്ലാവരും അത് പ്രാർത്ഥിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് മുന്നിൽ വന്നിട്ടും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അത് രഹസ്യമാക്കി സൂക്ഷിച്ചു വെച്ചു. വാനഖ്തബതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി, എന്റെ പ്രാർത്ഥന ഞാൻ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചു, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് നൽകുന്നതിന് വേണ്ടി, നമുക്കെല്ലാവർക്കും പ്രത്യേക റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ആ പ്രാർത്ഥന ഈ ഭൂമി ലോകത്ത് വെച്ച് നിർവഹിക്കാതെ സുരക്ഷിതമായി അവിടുന്ന് സൂക്ഷിച്ചു വെച്ചു. ഉമ്മത്തിന്റെ ശഫാഅത്തിന്, ഉമ്മത്തിനോട് ഇത്രയും വാത്സല്യമുള്ള ഒരു നേതാവിനെ ലോകത്ത് ആർക്കും തന്നെ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടുത്തെ വിശേഷിപ്പിച്ചപ്പോ അല്ലാഹു തആല പറഞ്ഞത്, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹരീസുൻ അലൈക്കും, നിങ്ങളോടെല്ലാവരോടും വലിയ താല്പര്യമുള്ള നേതാവ്. ഭൗതിക ലോകത്ത് നിങ്ങൾ ഒരുപാട് നേതാക്കളെ ഇന്നും കാണുന്നുണ്ട്. പലരും നിങ്ങളിൽ നിന്ന് പലതും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങോട്ട് പലതും നിങ്ങൾ നൽകുമോന്ന് ചിന്തിക്കുന്നവരാണ്, ചോദിക്കുന്നവരാണ്. നമുക്ക് നന്മ വരാൻ വേണ്ടി ഏറ്റവും അധികം ആഗ്രഹിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അവിടുത്തേക്ക് വല്ലാത്ത ആഗ്രഹമാണ്, താല്പര്യമാണ്. സഹോദരങ്ങളെ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതിയിട്ടല്ലേ അവിടുത്തേക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ പല അമലുകളും നിർബന്ധിതാവസ്ഥയിൽ നിന്ന് സുന്നത്തിലേക്ക് തങ്ങൾ മാറ്റിയത്. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ മാനിച്ചുകൊണ്ടല്ലേ വിശുദ്ധ റമളാനിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം വളരെ ആത്മീയമായ മാനത്തിൽ നിസ്കരിച്ച തറാവീഹ് നിസ്കാരം ഇശാഇന്റെ ശേഷം പള്ളിയിൽ വെച്ച് തങ്ങൾ നിസ്കരിക്കുന്നു. 2 റക്അത്ത് ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്. സ്വഹാബത്ത് പിറകിൽ നിന്ന് നിസ്കരിക്കുന്നു. 1-ാമത്തെ ദിവസം കൂടിയതിനേക്കാളും ആളുകൾ 2-ാം ദിവസം അത് പറഞ്ഞു കേട്ടുകൂടി. മറ്റു റിപ്പോർട്ട് പ്രകാരം 3-ാം ദിവസവും ആളുകൾ കൂടി. മദീന പള്ളിയിൽ ജനനിബിഡമായപ്പോൾ 3-ാമത്തെ ദിവസമോ 4-ാമത്തെ ദിവസമോ ഇശാ നിസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ വീട്ടിലേക്ക് കയറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുന്നില്ല. എത്രയോ തവണ സ്വഹാബത്ത് കൂറ്റനക്കി നോക്കി. വാതിലിൽ മുട്ടി വിളിക്കുന്ന സ്വഭാവം സ്വഹാബത്തിനില്ലല്ലോ. വാതിലിൽ മുട്ടി വിളിക്കുന്നത് ബഹുമാനക്കേടായി മാറുന്ന സമയത്തത് പാടില്ല. ക്ഷമയോടെ കാത്തിരിക്കേണ്ടിടത്ത് ക്ഷമയോടെ കാത്തിരിക്കണം. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പലരും അത്താഴം കഴിക്കുന്ന നേരം വരെ പള്ളിയുടെ ഭൂമുഖത്ത് കാത്തിരുന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ താല്പര്യം ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ ശബ്ദമുണ്ടാക്കിയതും കൂറ്റനക്കിയതും ഒക്കെ ഞാൻ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരാരും പോയി വിളിച്ചിട്ടില്ല. പക്ഷേ തങ്ങൾ ഉറങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പുറത്തു വരാതിരുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങളുടെ വിഷയത്തിൽ എനിക്കൊരു പേടിയും ഇല്ല. നിങ്ങൾക്ക് ശേഷവും എന്റെ ഉമ്മത്തിൽ പലരും വരാനുണ്ട്. അവർക്കിത് പ്രയാസമാകുമോ? നിങ്ങളുടെ ഈ വല്ലാത്ത താല്പര്യം കാരണം അല്ലാഹു ഇത് നിർബന്ധമാക്കുമോ? തറാവീഹ് എങ്ങാനും നിർബന്ധമാക്കിയാൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല.
കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ പലരും 20 റക്അത്തിലധികം നിസ്കരിക്കുന്നവരുണ്ട്. വിശ്രമിക്കുന്ന ഘട്ടത്തിൽ നിസ്കരിച്ചത് കൊണ്ട് സ്വഹാബിമാരെ മദീനയിലെ നിസ്കാരം 36 രേഖപ്പെടുത്തിയിട്ടുണ്ട്. തറാവീഹ് മാത്രം 36 വന്ന റിപ്പോർട്ടും ഉണ്ട്. നിസ്കാരം എത്രയാണെങ്കിലും അവർക്കൊരു പ്രശ്നമല്ല. പക്ഷേ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ലല്ലോ എന്റെ ഉമ്മത്തിലുള്ളത്, നിങ്ങൾക്ക് ശേഷവും ആളുകൾ വരാനുണ്ടല്ലോ. അവരുടെ പ്രയാസവും കൂടി ഞാൻ ആലോചിക്കുകയാണ്. നിർബന്ധമാക്കിയാൽ അവര് പ്രയാസപ്പെട്ടു പോകും. അതുകൊണ്ട് അവർക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അത് സുന്നത്തായിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതാണ് ഒരേ ഇരുത്തം ഞാനങ്ങ് വീട്ടിൽ ഇരുന്നത്. നിങ്ങളുടെ ആവേശം മനസ്സിലാക്കി ഞാൻ പുറത്തു വന്നില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു നിയമപരമായിട്ട് ഒരു എളുപ്പം സ്വീകരിക്കാനുള്ള കാരണം അവിടുത്തെ ഹിർസാണ്. ഹിർസ് തങ്ങൾക്ക് കൂടുതലുള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് എന്താണ് അങ്ങനെ പറയാൻ എന്ന് തോന്നുന്ന ഒരു കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. ലം യംതഹിന്നാ ബിമാ തഅയൽ ഖൂലു ബിഹി ഹിർസൻ അലൈനാ ഫലം നർതബു വലം നഹിമീ. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു സംഗതി നൽകിയിട്ട് നമ്മളെ പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മോടുള്ള വല്ലാത്ത താല്പര്യം കൊണ്ട്, നമ്മോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ട് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങളും കാര്യങ്ങളും മാത്രമാണ് തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് അംഗീകരിക്കാനും സ്വീകരിക്കാനുമാണ് നാം ഓരോരുത്തരും തയ്യാറാകേണ്ടത്. നമ്മൾ ഓരോരുത്തരും നന്നാകാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഏറ്റവും വലിയ താല്പര്യം, ഏറ്റവും വലിയ ആഗ്രഹം തങ്ങൾക്കാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു വാങ്ങിയില്ലേ? മുൻഗാമികളിൽ പലർക്കും, പല കൂട്ടം ആളുകൾക്കും പെട്ടെന്ന് തന്നെ അവരിൽ നിന്നുണ്ടായ തിന്മകളുടെ പേരിൽ നീ ശിക്ഷ നൽകിയിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നാകെ നശിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സമുദായത്തെ വേരോടെ പിഴുതെറിഞ്ഞിട്ടുണ്ട്. അല്ലാ, എന്റെ ഉമ്മത്തിനെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു അദാബ് നീ നൽകരുതേ അല്ലാ. തിന്മകൾ കുമിഞ്ഞുകൂടി വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിക്കുന്നത് നന്മ ചെയ്യുന്നവർക്ക് ഒരു സൗകര്യവും സംവിധാനവും വേറിട്ട രൂപത്തിൽ തന്നെ ഉണ്ടാകണം. ശിക്ഷ വരുമ്പോൾ അവരും ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകുമല്ലോ. അങ്ങനെ വരരുത്. പഴയകാലത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് തിന്മ ഉണ്ടായതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നാശമല്ലേ സംവിധാനിച്ചത്. മക്കക്കാരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ പരിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതെ അല്ലാഹു തആലയോട് നേരെ തിരിച്ചൊരു പ്രാർത്ഥന നടത്തി. അബൂജഹലും കൂട്ടരുമാണ് ആ പ്രാർത്ഥന നടത്തിയത്. അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അബിഇതിനാ ബിഅദാബിൻ അലീം. അങ്ങനെയല്ല ദ്വാരക്കേണ്ടത്. പടച്ചോനെ, ഈ ഇറക്കിയ ഗ്രന്ഥം നിന്റെ ഭാഗത്തിൽ നിന്ന് സത്യസന്ധമായ ഗ്രന്ഥമാണെങ്കിൽ അത് വിശ്വസിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണം എന്നാ ദ്വാരക്കേണ്ടത്. അങ്ങനല്ലേ ബുദ്ധിയുള്ള ആൾ ദ്വാരക്ക. നീ ഇറക്കിയ ഗ്രന്ഥമാണെങ്കിൽ, നിന്റെ അടിമയായ നബിക്ക് നീ ഇറക്കിക്കൊടുത്ത കിതാബാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള കഴിവും അതിനുള്ള മനസ്സും പ്രാപ്തിയും ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കണേ എന്ന് ദ്വാരക്കേണ്ടതിന് പകരം ഇത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് കൽമയ വർഷിപ്പിക്കണം. വലിയ കടുത്ത ശിക്ഷ, താങ്ങാൻ കഴിയാത്ത ശിക്ഷ നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നീ തരണം. അങ്ങനെയാണ് ഒരു കൂട്ടാളുകൾ ദ്വാരുന്നത്. അങ്ങനെ ദ്വാരുന്നപ്പോ സ്വഹാബിമാര് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനോട്, നബിയെ, അവര് ദ്വാരുന്ന ദ്വാ വല്ലാത്തൊരു ദ്വാണ്.
അതിന്റെ പേരിലെങ്കിലും അല്ലാഹു തആല അദാബ് ഇറക്കിയാൽ സാധുക്കളും അതിൽ പെട്ടുപോകൂലേ? സ്വഹാബത്തിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ആശങ്ക വന്നപ്പോ അല്ലാഹു തആല അതിന് മറുപടി കൊടുത്തു. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. പേടിക്കണ്ടാന്ന് സ്വഹാബത്തിനോട് പറയണം നബിയേ. മുൻഗാമികളായ ഉമ്മത്തും അവരുടെ നബിമാരും തങ്ങളും അവിടുത്തെ ഉമ്മത്തും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഉമ്മത്ത് നബി നോക്കി നിൽക്കേ ഉമ്മത്തിൽ പലരും തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ദുർഗതി തങ്ങൾക്ക് വരില്ല. തങ്ങൾ നിലകൊണ്ടിരിക്കേ ഉമ്മത്തിനെ അല്ലാഹു അദാബിലാക്കൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഉമ്മത്തിന് 2 സുരക്ഷാ വലയങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. 2 സുരക്ഷ ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിലൊന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ നോക്ക്, ലൂത്ത് നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുകയല്ലേ 2 പെൺമക്കളെ മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവൻ ആളുകളെയും അല്ലാഹു നശിപ്പിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുകയല്ലേ അവിടുത്തെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചത്. ശുഐബ് നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുകയല്ലേ അവിടുത്തെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ശിക്ഷ ഇറക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ട് പോലും അല്ലാഹുവിന്റെ മറുപടി ഇല്ല നബിയേ. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. തങ്ങൾ അവരിലുണ്ടോ അത് വലിയൊരു ബഹുമാനമാണ്, വലിയൊരു സ്ഥാനമാണ് നബിയേ. തങ്ങൾ നിലകൊണ്ടിരിക്കേ അവരെ അല്ലാഹു തആല അദാബിലാക്കൂല. 2 ഭാഗത്തും കൂടി 23 വർഷക്കാലത്തിനിടയിൽ നടന്ന സമരമുഖങ്ങളിൽ, ചെറുത്തുനിൽപ്പുകളിൽ 2 ഭാഗത്തു നിന്നും കൂടി ആകം മരണപ്പെട്ട് പിരിഞ്ഞത് സഹോദരങ്ങളെ 1023 ആളുകൾ മാത്രമാണ്. ഒരു ഭാഗത്തു നിന്ന് മാത്രമുള്ള കണക്കല്ല, 2 ഭാഗത്തു നിന്നും കൂടിയുള്ള കണക്കാ ഞാൻ പറയുന്നത്. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ്. അതൊരു പ്രതിരോധത്തിന്റെ മാർഗമായിട്ടാണ് നാമാവശേഷമാക്കുക എന്നൊരു ചിന്തയോ എന്നൊരു രൂപമോ ഭാവമോ അവിടെ ഇല്ല. അതിനൊരിക്കലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിക്കുകയുമില്ല. അതുകൊണ്ടല്ലേ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് നേരം വെളുത്ത ഉടനെ തന്നെ സ്വഹാബിമാര് കെട്ടിയുണ്ടാക്കിയ ഹൗലിന്റെ അടുത്തേക്ക് ഒരാൾ പാത്രവുമായി വന്നപ്പോൾ പന്തലിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വെള്ളമെടുക്കാൻ വേണ്ടി വന്നതാണ്, തടയാൻ പറ്റില്ല. വെള്ളം കൊണ്ടുപോകാൻ വന്നതാണ്. വെള്ളം അത് മനുഷ്യന്റെ അവകാശമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, വൈജാത്യങ്ങളൊന്നുമില്ല. അത് മനുഷ്യന്റെ അവകാശമാണ്. വെള്ളം എടുക്കാനാ വന്നത്, വെള്ളം എടുത്ത് പോയിക്കോട്ടെ. നേർക്ക് നേരെ നോക്കുമ്പോൾ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ. പക്ഷേ വെള്ളം എല്ലാവർക്കും ഉള്ളതാണ്, തടയാൻ പാടില്ല. വെള്ളം എടുത്തുപോയി, സുരക്ഷിതമായി വെള്ളം എടുത്തുപോയി. അങ്ങനെയാ നിലപാട്. അതിക്രമമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. നിയമപരമായിട്ട് മാത്രമേ ചെറുത്തുനിൽപ്പ് പറ്റുകയുള്ളൂ. നിയമപരമായിട്ടുള്ള പ്രതിരോധമല്ല ഇന്ന് ലോകത്ത് നടക്കുന്നിടത്തെല്ലാം നടക്കുന്നിടത്ത് മുഴുവനും നടക്കുന്നത് നരനായാട്ടാണ്. ഇസ്രയേലിലും അതുപോലെ തന്നെ അവര് ഏതെല്ലാം ഭാഗങ്ങളിൽ എന്തെല്ലാം നരനായാട്ട്, നരഹത്യകൾ നടത്തുന്നുണ്ടോ അത് മുഴുവനും അതിക്രമമാണ്, അക്രമങ്ങൾ മാത്രമാണ്. അതുകൊണ്ടല്ലേ പാവപ്പെട്ട ആളുകളെ കൂടുതൽ പീതറിയുന്നത്. ആരാണോ അക്രമം ചെയ്തത് അവരോട് പ്രതിരോധിക്കുന്നതിന് പകരം
പാവപ്പെട്ട ജനങ്ങളെ കടന്നാക്രമണം നടത്തുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ അത് കടുത്ത തെറ്റാണ്, പാടില്ല. ഏതെങ്കിലും ഒരാൾ വന്ന് അക്രമം ചെയ്തു എന്ന് കരുതിയിട്ട് അയാളുടെ സമ്പത്ത് നശിപ്പിക്കാൻ പാടില്ല, ആരുടേതും ചെയ്യാൻ പാടില്ല. അതെപ്പോഴും ഇസ്ലാമിലുള്ള നിയമമാണ്, അന്ന് മാത്രമൊന്നുമല്ല, എപ്പോഴുള്ള നിയമമാണ്, ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സമാധാനത്തിന്റെ മാർഗമാണ് പഠിപ്പിച്ചത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണക്ക്. 35,000 കണക്കാണ് സഹോദരങ്ങളെ. ഇസ്രയേൽ പുറത്തുവിട്ട ഫലസ്തീനികളുടെ കണക്ക് അതിലധികം ഉണ്ട് എന്നാണ് ഫലസ്തീനികൾ പറയുന്നത്. കാരണം പലരുടെയും അഡ്രസ് കാണാനില്ല. ബാപ്പ ഉമ്മമാരെയും കുടുംബക്കാരെയും നോക്കിയിട്ട് എവിടെയും നോക്കിയിട്ട് കാണാനില്ല. മരണപ്പെട്ടു പോയിരിക്കാനാണ് സാധ്യത. കുടുംബങ്ങളിൽ ഒരു സഹോദരനെയും ഒരു സഹോദരിയെയും കാണാത്തവരും ഉണ്ട്. ഇന്നത്തെ കണക്ക് അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും വലിയ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം അതാണ്. നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ റസൂൽ വലിയൊരു സുരക്ഷിതത്വമാണ്. മറ്റൊന്ന് അള്ളാഹു നമുക്ക് നൽകിയത് വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വിശ്വാസികളെ അല്ലാഹു തആല അദാബിലാക്കുകയില്ല. അവർ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരായിരിക്കെ മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാത്ത ജീവിതം ഉണ്ടാവില്ല. സ്വലാത്ത് നിത്യജീവിതത്തിൽ പതിവായി ചൊല്ലേണ്ടതുപോലെ ഇസ്തിഗ്ഫാറും ജീവിതത്തിൽ പതിവായി ചൊല്ലേണ്ടത് തന്നെയാണ്. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഒരു വചനം എല്ലാ ദിവസവും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതൊരു നന്ദിയുടെ വാചകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള വിനയത്തിന്റെയും വിധേയത്വത്തിന്റെയും ഏറ്റവും നല്ലൊരു ശൈലിയാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിന്റെ മറ്റൊരു ഭാഗമാണ് സ്വലാത്തുകളും മറ്റു ദിക്റുകളും ഒക്കെ ഇരിക്കട്ടെ. ഇസ്തിഗ്ഫാറിന് വലിയ നിലവാരം ഉണ്ട്. ലോകത്തുള്ള ആളുകൾക്ക് സുരക്ഷ നൽകുന്നതിൽ ഇസ്തിഗ്ഫാറിന് വലിയ കടമ്പുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊരു മുസ്ലിമായ മനുഷ്യൻ പറയുമ്പോൾ അവൻ ഏറ്റവും അധികം ഭൂമി ലോകത്ത് ചെറുതാവുകയാണ്. അല്ലാഹുവേ, നീയാണ് അലീം. നിന്നെ വർണ്ണിക്കാൻ എനിക്ക് കഴിയില്ല, നിന്നെ വിവരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല, അതിന് മാത്രമുള്ള ഇൽമ എനിക്കില്ല. നീ അലീമാണ്, ഏറ്റവും വലിയ മഹാനാണ്. നിന്റെ മഹത്വത്തിന്റെ വലുപ്പം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മഹാനായ അല്ലാഹുവിനോട്, നിർവചിക്കാൻ കഴിയാത്ത അല്ലാഹുവിനോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഞാൻ ചെറുതാകുന്നു അല്ലാഹുവിന്റെ മുന്നിൽ. എന്റെ വൈകല്യങ്ങളെല്ലാം തുറന്നു വെക്കുന്നു. നമുക്ക് സുരക്ഷിതത്വമേകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കാൻ പാടില്ല. ആ അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും വലിയ റഅഫത്തും റഹ്മത്തും നമ്മോടാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് ഏറ്റവും വലിയ വാത്സല്യമുള്ള നേതാവാണ്. ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വാത്സല്യമുള്ള വിഭാഗമല്ലേ സ്ത്രീ വിഭാഗം. പക്ഷേ ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മറന്നുപോയോ? നിങ്ങൾ പുറത്തുകൂടെ നടക്കുമ്പോ ഏതാണ് പെണ്ണേ, നീ മുസ്ലിമാണോ അതല്ല അമുസ്ലിമാണോ എന്ന് ചോദിക്കേണ്ട ദുർഗതിയിലേക്ക് നമ്മുടെ വേഷവിധാനങ്ങൾ മാറുമ്പോ നിങ്ങൾ മറന്നത്, നമ്മൾ മറന്നത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്.
നമുക്ക് ജീവിതം നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്ത്രീത്വത്തിന് ഏറ്റവും വലിയ പരിശുദ്ധി നൽകിയത് അല്ലാഹുവിന്റെ റസൂലാണ്. സ്ത്രീകൾക്ക് സ്വത്തിന്റെ അവകാശം വിവിധ തുറകളിൽ വാങ്ങിത്തന്ന് വിശദീകരിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്. സ്ത്രീ വീട്ടിൽ ഏറ്റവും വലിയ ബറക്കത്തുള്ള അംഗമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരാൾക്ക് ആദ്യം ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ഏറ്റവും വലിയ ബറക്കത്തുള്ള കുടുംബ ജീവിതം അയാൾക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചില്ലേ? ആൺകുട്ടികളെ പറ്റി പറയാത്തൊരു ഭാഷയാണ് ഇന്നഹാ മൂനിസത്തുൻ മുബാറക. പെൺകുട്ടി മൂനിസ, അത് ടൈം പാസ് നൽകുന്ന ഒരു മുത്താണ്. സമയം പോക്കിന് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും നല്ല സംവിധാനമാണ് സ്ത്രീ സമൂഹമെന്ന് ലോകത്തെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ അവിടുന്ന് പറഞ്ഞൊരു തട്ടം തായോട്ട് വലിച്ചിട്ടോ, അവിടുന്ന് പറഞ്ഞ മറക്കാൻ പറഞ്ഞ കയ്യും അവിടുന്ന് മറക്കാൻ പറഞ്ഞ കാൽത്തണ്ടയും വെളിവാക്കി പോയോ? കുറച്ചു കാലമല്ലേ മറച്ച് നടക്കേണ്ടി വരികയുള്ളൂ. ഒന്നുകിൽ ഒരു 40 വർഷം, അല്ലെങ്കിൽ ഒരു 50 വർഷം, ഏറിപ്പോയാൽ ഒരു 60 വർഷം. അതിലപ്പുറം ജീവിക്കുന്നവര് വളരെ കുറവല്ലയോ? തക്ലീഫിന്റെ കാലം കഴിഞ്ഞൊരു 40 വയസ്സ്, അല്ലെങ്കിൽ ഒരു 50 വയസ്സ്, ഒരു 60 വയസ്സ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ ചിട്ടവട്ടങ്ങളോടെ നടക്കുമ്പോ മുത്തുനബി തങ്ങളെ ഓർമ്മയുള്ള പെണ്ണാണ്. അവിടുന്ന് വാങ്ങിക്കൊടുത്ത സ്ഥാനത്തിന് നന്ദിയുള്ള പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂല് നടക്കാൻ പറഞ്ഞതിന് കൊഞ്ഞനം കുത്തിയില്ല. ആരാണ് എന്നോട് പറയാൻ എന്ന് യുക്തിവാദി ചോദിക്കും പോലെ ചോദിച്ചില്ല. എന്റെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ജീവിതത്തിനും എന്റെ എല്ലാ വിഷയങ്ങൾക്കും എന്റെ രക്ഷക്കും ഏറ്റവും വലിയ കാരണമായ എന്റെ നേതാവ് എന്നോട് പറഞ്ഞൊരു കൽപ്പനയല്ലേ, ഞാനത് നല്ല പോലെ മറച്ചു നടക്കട്ടെ എന്ന് ചിന്തിച്ച് മുഅ്മിനീങ്ങളെ, നല്ല സന്തോഷത്തോടെ ഈമാനോടെ നടക്കുന്ന നമ്മൾ മറവോടുകൂടെ ജീവിക്കണം. മറക്കേണ്ടത് മുഴുവനും മറക്കണം. വീട്ടിൽ നിന്ന് നിങ്ങൾ നടന്നു വന്നത് നാട്ടിൽ എല്ലാവർക്കും പരിചയമുള്ള ഈ സ്വലാത്തിന്റെ മജ്ലിസേക്കാണെങ്കിലും, ഈ കാണുന്ന അങ്ങാടിയിലേക്കാണെങ്കിലും, തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള മദ്രസയിലേക്കാണെങ്കിലും, പള്ളിയുടെ സമീപത്ത് വന്നിട്ട് ഒരു പ്രത്യേക കാര്യം പറയാനാണെങ്കിലും, ഇവിടെയുള്ള ഏതെങ്കിലും പഞ്ചായത്ത് ഓഫീസിലേക്കാണെങ്കിലും, വീട് വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോ കാത്തു സൂക്ഷിക്കേണ്ട വിശുദ്ധിയിൽ നിന്ന് ഒന്നുപോലും കുറഞ്ഞു പോകണ്ട. ആയിഷ ഉമ്മയെ കാണാൻ, ഫാത്തിമ ബീവിയെ കാണാൻ എന്തൊരു ചന്തമാണ്. 24 വയസ്സ് ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അധിക പേരും കണ്ടിട്ടില്ല. സ്വഹാബിമാര് അധിക ആളുകളും കണ്ടിട്ടില്ല. കുട്ടിക്കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നടക്കുന്ന അവസ്ഥയിൽ ഫാത്തിമ ബീവിയെ കണ്ടവരൊഴികെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വകതിരിവെത്തിയതിനു ശേഷം മിക്ക പേരും കണ്ടിട്ടേയില്ല. പുരുഷന്മാരുടെ ക്ലാസ്സിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം ചോദിച്ചില്ലേ, സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായ കാര്യം എന്താണെന്ന്? ഉത്തരം പറയാതെ എല്ലാവരും ക്ലാസ് പിരിഞ്ഞു പോയി. അടുത്ത സെഷൻ ആരംഭിക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഉത്തരം കിട്ടി നബിയേ. എന്താണ് ഉത്തരമൊന്ന് പറയാമോ? അല്ലാ തറൈന റിജാല വലാ യറൗനഹുന്ന. അന്യപുരുഷന്മാരെ സ്ത്രീകൾ അന്യപുരുഷന്മാരെയും കാണാതിരിക്കലാണ്. ആരാണിത് പറഞ്ഞത്? അലി. ഓ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമ ബീവി
റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു, ഒരു പെണ്ണിന് ഏറ്റവും ഖൈറായ കാര്യം എന്താണ്? ഒരു പെണ്ണിന് ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ്? സുബ്ഹാനല്ലാഹ്, അവര് പറഞ്ഞ മറുപടിയാണോ? എങ്ങനെ അവർ ഈ മറുപടി പറയാതിരിക്കും? വ ഇന്നഹു വ ഇന്നഹാ മിൻ ഖിത്അതി കബിദി. ഫാത്തിമ മോള് എന്റെ കരളിന്റെ കഷ്ണമല്ലയോ? അവരെങ്ങനെ ഈ മറുപടി പറയാതിരിക്കും? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഏറ്റവും നല്ല സൗന്ദര്യം, ഏറ്റവും നല്ല പൂർണ്ണതയുള്ള ശരീരം, ഏറ്റവും നല്ല പൂർണ്ണതയുള്ള സ്വഭാവം, അത് കാണേണ്ടയോ ഉമ്മമാരെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോ അവര് പ്രത്യേക ഖൈമയിലാണ്, പ്രത്യേക ടെന്റിലാണ്. മറ്റു പലരും പരസ്യമായി നിൽക്കുമ്പോ ഫാത്തിമ ബീവിയെ കാണാനൊക്കില്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കാണാനൊക്കില്ല. അവരെ കാണാൻ നല്ല ഓജസ്സും തേജസ്സും നിങ്ങളെ ശരീരത്തിന് വേണോ? അവര് നടന്നതുപോലെ നടക്കൂ, അതൊരു പഴഞ്ചനായി കരുതല്ലോ. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അങ്ങനെ വാർത്തെടുത്തത് ആരാന്നറിയോ സഹോദരിമാരെ? നമ്മുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ആഭരണം ധരിച്ചിട്ടുള്ളൂ. നല്ലൊരു ആഭരണം ധരിച്ച് സന്തോഷത്തോടെ മുത്തുനബി തങ്ങളെ മുന്നിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് പോയി നിന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ആഭരണത്തിലേക്ക് ഒരു നോട്ടം ഇങ്ങനെ നോക്കുന്നു. മാറ്റമില്ലാതെ തങ്ങളെ നോട്ടം കണ്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് തോന്നിപ്പോയി, നബി തങ്ങൾക്ക് എന്റെ ഉപ്പാക്ക് ഞാൻ ഈ ആഭരണം ധരിച്ചത് അത്ര ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ആ ആഭരണം അഴിച്ചുകൊണ്ട് അത് വിറ്റുകൊണ്ട് ആ കിട്ടിയ കാശിന് അടിമകളെ മോചിപ്പിച്ചു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പ്രിയപ്പെട്ട ഉപ്പാ, ആഭരണം ധരിച്ച് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയപ്പോ നിങ്ങളെ മുഖഭാവത്തിൽ നിന്ന് വായിച്ചെടുത്തത് അനുകൂലമായ പ്രതികരണമല്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി ധരിച്ചൊരു ആഭരണം ഞാനത് വിറ്റ് കളഞ്ഞു. കിട്ടിയ ദിർഹമിന് അടിമകളെ മോചിപ്പിച്ചു നബിയേ. അവരേറ്റവും അധികം ആഭരണം ധരിക്കുന്ന ഒരു ലോകം വരാറുണ്ട്. ഏറ്റവും നല്ലവണ്ണം ചമഞ്ഞു കൊണ്ടുപോകുന്നൊരു ലോകം വരാറുണ്ട്. പാരത്രിക ലോകത്ത് സ്വാലിഹീങ്ങളും ശുഹദാക്കളും അംബിയാക്കളും മൗലിയാക്കളും എല്ലാവരും ഒരുമിച്ച് കൂടിയ ദിവസം ഉമ്മമാരെ, ഫാത്തിമ ബീവിയുടെ മഹത്വം ഞാനും നിങ്ങളും കേൾക്കും. ദുനിയാവിൽ ആർക്കും മുഖം കൊടുക്കാതെ, ആരോടും വന്ന് നേർക്ക് നേരെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാതെ, സ്വീകരിക്കേണ്ട മറകളോടെ, സ്വീകരിക്കേണ്ട പവിത്രതയോടെ, സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ പരിശുദ്ധിയോടെ ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പാലം കടക്കാനൊരുങ്ങുമ്പോ മാലോകര് മുഴുവനും കേൾക്കുന്നൊരു അനൗൺസ്മെന്റ് ഉണ്ട്. എന്താണ് അനൗൺസ്മെന്റ് എന്നറിയുമോ? അയ്യുഹന്നാസ് ഖുല്ലൂ അബ്സാറകും ഫഇന്നഹു ഖദ് ജാഅത് ഫാത്തിമത്തു ഇബ്നത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മനുഷ്യരെ, ഒന്ന് കണ്ണ് ചിമ്മണേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്ന് പാലം കടന്നു പോകട്ടെ. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല വലിയ അദബും അച്ചടക്കവും അവിടെ പഠിപ്പിക്കാൻ മാത്രം കാരണമാകുന്ന രീതിയിൽ ഈ ദുനിയാവിലുള്ള ഇട്ടാവട്ടത്തിൽ ചെറിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് 24 വർഷക്കാലം ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പടുത്തുയർത്തി പരിശുദ്ധിയുടെ ഏറ്റവും പരിഭാവനമായ സ്ഥിതിയിലേക്ക് ഉയർത്തിയത് ഉമ്മമാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഫാത്തിമ ബീവിയ ആ ഒരു പരിശുദ്ധി നമുക്ക് വരച്ചു കാണിച്ചു തന്നത്
തന്നത് അംഗീകരിക്കാനാ, സ്വീകരിക്കാനാ. ഫാത്തിമ ബീവിന്റെ പേരിന്റെ കൂടെയുള്ളൊരു വാക്ക് നമ്മളും നമ്മുടെ മക്കൾക്ക് ഇടാറുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥത്തോടത് യോജിച്ചോളണമെന്നില്ല. ബറക്കത്തിനങ്ങനെ കടന്നോട്ടെ, ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. പലരും എഴുതേണ്ട സുഖത്തിനും ഉച്ചരിക്കേണ്ട സുഖത്തിനും അങ്ങനെ ഇട്ടതും കാണാം. ഫാത്തിമ ബീവി ഫാത്തിമത്തുൽ ബത്തൂല, യഥാർത്ഥത്തിലുള്ള ബത്തൂലാണ് ഫാത്തിമ ബീവി. എന്താണ് ബത്തൂൽ എന്ന വാക്കിന്റെ അർത്ഥം? ബത്തല അനി ദുനിയാ കുല്ലിഹാ ഇലല്ലാഹ്. ദുനിയാവിന്റെ മുഴുവൻ സുഖങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വീണുപോയി. സുഖത്തിന് വേണ്ടി ഫാത്തിമത്തുൽ ബത്തൂൽ നമ്മളും ചേർത്ത് എഴുതാറുണ്ട്. പക്ഷേ ഇത് ഒറിജിനലാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം ആത്മീയതയുടെ മുഖങ്ങൾ മാത്രമല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ചത്. ഏറ്റവും അധികം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ടത് തന്റെ ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു രംഗം ആലോചിച്ചുകൊണ്ടാണ്. ഫാത്തിമ ബീവിയുടെ അടുത്ത് എന്നും വന്ന് സംസാരിക്കുന്ന കൂട്ടുകാരിയായ നഫീസ എന്ന് പറയുന്ന സഹോദരി പറയുന്നു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരൊറ്റ തവണ മാത്രമേ ചിരിച്ചിട്ടുള്ളൂ. വേറൊരു പ്രാവശ്യവും ചിരിച്ചത് കണ്ടിട്ടേയില്ല. റബീഉൽ അവ്വൽ 12 തങ്ങൾ വഫാത്തായി. കൃത്യമായും 6 മാസമല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചത്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് നഫീസ എന്ന് പറയുന്ന സഹോദരി പറയുന്നു, ഞാനൊന്ന് പോയി നോക്കുമ്പോ ഫാത്തിമ ബീവി വല്ലാത്ത ബേജാറിലാണ്, പരിഭ്രമത്തിലാണ്. അവിടുത്തെ മുഖം കണ്ടിട്ട് തന്നെ പേടിയാകുന്നുണ്ട്. ചോദിച്ചു ഞാൻ, ഉമ്മ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഒരൊറ്റ ടെൻഷൻ ഉണ്ട്, ഒരൊറ്റ സങ്കടമുണ്ട്. കുറെ ദിവസമായി ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നു, ചിന്തിക്കുന്നു. എന്ത് ചെയ്യണം എന്നൊരു പിടുത്തം കിട്ടാതെ വിഷമത്തിലാണ് ഞാൻ. എന്താണ് ഉമ്മ, ഒന്ന് പറയോ? എന്താ വിഷമം? പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ആ സഹോദരി, ആ കൂട്ടുകാരി പറഞ്ഞു, ഇടക്കിടക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സവിധത്തിൽ വന്ന് സഹവസിച്ച് വർത്തമാനം പറയുന്ന ആ പ്രിയപ്പെട്ട പെങ്ങൾ ചോദിക്കുന്നു, എന്താണ് ആ വിഷമം എന്ന് പറയൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന വിഷമം, നമ്മുടെ നാട്ടിലൊക്കെ ആധുനിക യുഗത്തിലെ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷേ അന്ന് ജനാസ കൊണ്ടുപോകുന്നത് 2 പലകയുടെ മുകളിൽ, ആ 2 പലക ഇങ്ങനെ ആണിവെച്ച് മേടിയ 2 പലക, ആ പലകയുടെ മേലെ ഈ ശരീരം, കഫൻ ചെയ്ത ശരീരം കിടത്തും. അതിന്റെ മേലെ ഒരു തുണി അങ്ങനെ പുതക്കും. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലും അങ്ങനെയായിരുന്നു. കാലുള്ളതൊക്കെ വരുന്നതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ അത് പടിയിലേക്ക് മാറി. പടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പടി പോരെ കിടക്കണ പടി, പടിയൊന്നുമില്ലേ? ഉണ്ട്. പിന്നെ അത് പടിയിലേക്ക് മാറി, കാരണം അതിന് കാലുണ്ടല്ലോ, കൊണ്ടുപോകാൻ സുഖമായിട്ട്. പിന്നെയാണ് അത് കട്ടിലേക്ക് മാറിയത്, തോളിൽ വെക്കാൻ പോകുന്ന ആധുനികത്തിലുള്ള കട്ടിലൊക്കെ. മുമ്പൊന്നും അങ്ങനല്ല. മുമ്പ് 2 പലകയിലാണ് കൊണ്ടുപോകൽ, അല്ലേ? 2 പലകയിലാണ് കൊണ്ടുപോകും. ആ 2 പലക അപ്പുറത്തൊരാളെ തോളും ഇപ്പുറത്തൊരാൾ തോളുണ്ടാവും, കൊണ്ടുപോകും. കൂടുതൽ ആള് കൊണ്ടുപോകാനില്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റിക്കൊണ്ടുപോകും. ഈ പലകയുടെ മേലിൽ കിടത്തുന്ന എന്റെ ശരീരം കാറ്റടിച്ച് വീശുമ്പോ മുകളിൽ വിരിച്ച ആ തുണി ചുരുങ്ങി വന്നിട്ട് എന്റെ ശരീരത്തിന്റെ തടിയും വലുപ്പവും കാണൂലേ എന്ന് ചിന്തിച്ചിട്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് വിഷമം. എന്റെ ഉമ്മമാരൊന്ന് ചിന്തിക്ക്, ഒന്ന് ആലോചിക്ക്, നമ്മളൊന്ന് മനസ്സിലാക്കി. ഒരു പെരുന്നാൾ കഴിഞ്ഞില്ലേ, ഇനിയൊരു പെരുന്നാൾ വരും. പാശ്ചാത്യൻ വസ്ത്രങ്ങൾ നമ്മുടെ വിപണിയിൽ സജീവമായി വരുമ്പോ അത് വിറ്റ് ചെലവാകാതിരുന്നാൽ തിരിച്ചു കൊണ്ടുപോകും. പക്ഷെ അങ്ങനല്ല വരുന്നത്. നല്ല വസ്ത്രങ്ങൾ വന്നിട്ട് അത് ചെലവാകാതിരുന്നപ്പോ കടക്കാരന് നഷ്ടാൻ തോന്നുമ്പോ അത് കൊണ്ടുപോയിട്ട് പുതിയത് വേറെ വാങ്ങിക്കൊണ്ടുവരാം. അങ്ങനെയുള്ളത്. ഞാൻ എന്റെ മോൾക്കൊരു വസ്ത്രം വാങ്ങാൻ വേണ്ടി 4 ടെക്സ്റ്റൈൽസ് കയറി ഇറങ്ങിയപ്പോ ഒരു ടെക്സ്റ്റൈൽസിന്റെ ആള് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഉദ്ദേശിച്ച ആ വസ്ത്രം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ. കഴിഞ്ഞ ആഴ്ച ഞാനത് ഒരു 10-25 ഉണ്ടായിരുന്നു, കൊണ്ടുപോയി കൊടുത്തു. ഇവിടെ വെച്ചാൽ വെറുതെ ബാക്കിയാവുന്ന കരുതി.
അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ ഇപ്പൊ ചെലവാകുന്നത് ഏതാ? അപ്പൊ എനിക്കൊരു മോഡൽ കാണിച്ചു തന്നു. ആ മോഡൽ കണ്ടപ്പോഴേക്ക് ഞാൻ ചൊല്ലൽ സുന്നത്താണെന്ന് കരുതിയിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ല ചിലപ്പോഴൊക്കെ അങ്ങനെ ചൊല്ലണല്ലോ, അങ്ങനെ ചൊല്ലിപ്പോയി. കാരണം അത് ധരിച്ച പിന്നെ കാണാത്തൊന്നും ഉണ്ടാവൂല, 1-2 ഭാഗങ്ങൾ മാത്രം കാണാത്തുണ്ട്, ബാക്കിയൊക്കെ കാണും. പിന്നെ നോക്കുന്ന ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവില്ല, കാണാൻ എളുപ്പമാണല്ലോ. അങ്ങനത്തെ ആണത്. അത് കണ്ടപ്പോഴാണ് ഞാൻ ഇന്നാ ലില്ലാഹി ചൊല്ലിയത്. ഇതാണ് ഇപ്പൊ ചെലവാത്. ഇപ്പൊ ഉസ്താദ് ഇങ്ങോട്ട് കയറുന്നതിന്റെ മുമ്പ് ഒരു ഡിഗ്രിക്കാരായ 2 പെൺകുട്ടികള്, മുസ്ലിം പെൺകുട്ടികൾ ഇപ്പൊ ഇങ്ങനത്തെ 2 കൂട്ടെടുത്ത് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. അതിന് വില 2500 ചില്ലാനം വില ഉണ്ട്. ആ പാശ്ചാത്യൻ അവിടെയും ഇവിടെയും നെക്കിപ്പൊളിച്ച് കാണിക്കുന്ന ഈ വസ്ത്രത്തിന്. അതാണ് മാർക്കറ്റിൽ ചെലവ്. ആരാത് ചെലവാക്കിയത് എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളത് ചെലവാക്കിയിട്ടല്ലേ അവർ കൊണ്ടുവന്ന് ഇറക്കിയത്. നമ്മളത് വാങ്ങിയിട്ടില്ലെങ്കിൽ അക്കട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുക്കൂലേ? അവിടെയാണ് നമ്മൾ ഈമാൻ ത്രസിക്കേണ്ടത്. ഒരു ലാ ഹൗല വലാ ഖുവത അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുന്നിടത്ത് മാത്രല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സഹോദരന്മാരെ, ജീവിക്കാൻ നമുക്ക് അവകാശം വാങ്ങിത്തന്ന നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 ആളെയും 30 ആളെയും 40 ആളെയൊക്കെ കുഴിച്ചും മൂടിയ ആളുകളെ മുന്നിൽ നോക്കിയിട്ട്, പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചും മൂടി എന്ന് കേട്ടിട്ട് ഇരുന്നിട്ട് വേദനയോടെ കരഞ്ഞ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെൺകുട്ടികളെ കുടിച്ചു മൂടിയത് ആലോചിച്ച് സ്നേഹത്തോടെ കരഞ്ഞ നേതാവ്. തങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ പറ്റാത്ത സംഗതിയാണ്. പലരോടും തങ്ങൾ പറഞ്ഞു, മുസ്ലിം അല്ലെങ്കിൽ, ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, ഇസ്ലാമിലേക്ക് വന്നിട്ടും ഒരു ശിക്ഷ കൊടുക്കണം എന്ന പഴയ കാലത്തിന്റെ പേരിൽ അള്ളാഹു കൽപ്പിക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു തആല എന്നോട് അങ്ങനെ കൽപ്പിക്കാത്തത് കൊണ്ട് എനിക്ക് ശിക്ഷിക്കാൻ പറ്റൂലല്ലോ. മുസ്ലിം ആയിട്ടും നിങ്ങൾക്ക് പഴയ കാലത്തെ വിഷയത്തിന്റെ പേരിൽ ശിക്ഷ തരണം എന്ന് ഉത്തരവ് അള്ളാഹു ഇറക്കുകയാണെങ്കിൽ ഇതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കുമായിരുന്നു, ഈ കുട്ടികളെ കുഴിച്ചിട്ടതിന്റെ പേരിൽ. അത്രയും സഹിക്കാൻ പറ്റാത്ത സംഗതിയായി പോയി എന്ന് തങ്ങൾ പറഞ്ഞു. നമ്മൾ പ്രതികരിക്കേണ്ടതല്ലേ അത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പേടിക്കുന്നത് ഈ 2 പലകയായി കൊണ്ടുപോകുന്ന മയ്യിത്ത് കട്ടിൽ എന്നെ കിടത്തിയിട്ട് എന്റെ ശരീരത്തിൽ ഒരു ഷാളും പുതച്ചിട്ട് കാറ്റ് അടിച്ചു വീശുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുങ്ങിപ്പോകുമ്പോ എന്റെ ശരീരത്തിന്റെ തടിയുടെ ഭാഗം കണ്ടുപോകുമോ? ലൂസുള്ള വസ്ത്രമാണ് സഹോദരിമാര് ധരിക്കേണ്ടത്. ശരീരത്തിന്റെ കൃത്യമായ അളവ് തുടിപ്പോടെ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ധരിക്കുന്നത് ഉചിതമല്ല. ശരീരത്തിന്റെ തുടിപ്പ് വർണ്ണിക്കുന്ന രീതിയിലോ ശരീരത്തിന്റെ കളറ് ധരിച്ചതിൽ നിന്ന് പുറത്തേക്ക് പ്രതിഫലിക്കുന്ന രീതിയിലോ പകുതി മറച്ച് പകുതി മറക്കാതെയോ ഉള്ള വസ്ത്രം ധരിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാത്ത സഹോദരിമാരെ പറ്റി വിശദീകരിച്ചപ്പോൾ അടയാളം പറഞ്ഞത് അതാണ്. അത് നമുക്കുണ്ടാകരുത് സഹോദരിമാരെ. അത്തരത്തിലുള്ള ആളുകൾക്ക് ഭയാനകതയാണ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും വാങ്ങി തന്നത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ മഹബത്തിന്റെ ഒരു ഭാഗമാകണം തങ്ങൾ നമുക്ക് കൊണ്ടുവന്ന ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. അതിനെ പാശ്ചാത്യൻ ശൈലിയായിട്ടും മറ്റും അവമതിച്ച് തള്ളരുത്. അത് നല്ല ശൈലിയായിട്ട് തന്നെ മുറുകെ പിടിക്കണം. ജീവിതത്തിന്റെ അവസാനം വരെ അങ്ങനെ ജീവിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സങ്കടം ഇതാണെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവിയോട് സംസാരിക്കുന്ന നഫീസ എന്ന് പറയുന്ന സഹോദരി പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ഞാൻ നോക്കാം. കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ട് ആ പെണ്ണ് വന്നിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട്, ഞാനിപ്പോ ഹബശയിൽ പോയപ്പോ അവിടെ ഞാനൊരു പുതിയ മയ്യിത്ത് കട്ടിൽ കണ്ടു. ആ മയ്യിത്ത് കട്ടിൽ കൊണ്ടുപോയാൽ ശരീരത്തിന്റെ ഒരു രൂപഭാവവും കാണില്ല. അതേ മയ്യിത്ത് കട്ടിൽ
വീട്ടിൽ വാങ്ങി കുളിപ്പിക്കാൻ വെച്ചാൽ ആരും തന്നെ ഒന്നും കാണാത്ത രൂപത്തില് നല്ല മറയോടെ കുളിപ്പിക്കുകയും നല്ല മറവോടെ കൊണ്ടുപോവുകയും ചെയ്യാം. അത് പറഞ്ഞപ്പോ അന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒന്ന് ചിരിച്ചത്. സന്തോഷം കൊണ്ട് മഹദി പറഞ്ഞു, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു, നിങ്ങളെ ഞാൻ വസിയത്ത് ചെയ്യുന്നു, അതേ കട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ കുളിപ്പിക്കാവൂ, അതിൽ കടത്തിയിട്ടേ എന്നെ കൊണ്ടുപോകാവൂ. പകല് മരിച്ചാലും രാത്രി മരിച്ചാലും രാത്രിയെ മറവ് ചെയ്യാവൂ എന്നല്ലേ അലി റളിയല്ലാഹു അൻഹുവോട് നൽകിയ വസിയത്തുകളിൽ ഒരു വസിയത്ത്. പകലാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത്. അലി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രിയാണ് മറവ് ചെയ്യുന്നത്, എല്ലാവരും വീട്ടിലേക്ക് പോകണം, മഗ്രിബാകുമ്പോ ഇങ്ങോട്ട് വരണം. മഗ്രിബിന് ശേഷം ജനാസ എടുത്തു. രാത്രിയാണ് ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്തത്. അത്ര പോലും ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ഉമ്മത്തിലെ കമാലിയത്ത് നേടിയ മഹദിയാണ്. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആത്മീയ രംഗത്തും പൂർണ്ണത നേടിയ മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഒരുക്കിയത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മളും ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചേരാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരെ മാർഗവും അവരെ രീതിയും അവരെ രൂപവും അവരെ ഭാവവും സ്വീകരിക്കണം. അവരെങ്ങനെയാണോ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചത്, ആ സൂക്ഷ്മതകൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പാലിക്കണം. പ്രായം കുറെ അങ്ങോട്ട് എത്തേണ്ടതില്ല. ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കാന് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു സഹോദരി വളർന്നു കഴിഞ്ഞാൽ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചിട്ടേ പുറത്തിറങ്ങാവൂ. എന്തിനാണെന്നറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിർദ്ദേശിച്ചത്? നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണുന്ന രൂപത്തിൽ എന്നും കോളേജിലേക്ക് പോയി വന്നിരുന്ന ഒരു സഹോദരിയെ ഡൽഹിയിൽ വെച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് 6 സഹോദരന്മാർ പീഡിപ്പിച്ച കഥ നിങ്ങൾ മറന്നോ? അവരിൽ 5 പേരെയും തൂക്കിലേറ്റി കളഞ്ഞു. ഒരാളെ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടു. 18ആയില്ലല്ലോ, പ്രായപൂർത്തി അയാളെ വെറുതെ വിട്ടു. അയാളാണ് ആദ്യം തുടക്കം കുറിച്ച ആള്. അയാളെ വെറുതെ വിട്ടു. ബാക്കി 5 ആളെ തൂക്കിലേറ്റി. പക്ഷെ ആ സഹോദരിയുടെ ജീവിതം കഴിഞ്ഞില്ലേ അതോടെ? ആ സഹോദരിയെ അവർ ചോദ്യം ചെയ്യലിലും വിശദമായി അവരുടെ അന്വേഷണത്തിലും അവർ പറഞ്ഞു, 1 മാസം മുമ്പ് അവർ നോട്ടമിട്ടിട്ടുണ്ട്. എന്തേ കാരണം? ആ സഹോദരിയുടെ ശരീരത്തിന്റെ അഴകിൽ അവർ ആകൃഷ്ടരായി. അതിനാ നല്ല മറവോടെ നടക്കണം. ഒരു ചാൻസും ഒരു പഴുതും നമ്മുടെ ജീവിതത്തിന്റെ നന്മകളെ നഷ്ടപ്പെടുത്തിക്കൂടാ. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അങ്ങനെ നിർദ്ദേശിച്ചത്. നമ്മൾ നന്നാകാനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോടുള്ള വാത്സല്യം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിർദ്ദേശിച്ചത്. സഹോദരിമാർക്ക് നൽകിയ മഹത്വം പുരുഷന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, എത്രമാത്രം വലിയ വിലയാ കൊടുത്തത്. 25 പവൻ മഹറില്. ഇപ്പൊ അടുത്ത ഒരാൾ നിക്കാഹ് ചെയ്തു ഒരു സഹോദരിയെ. വൈകുന്നേരമാകുമ്പോ അയാൾക്ക് തോന്നി വേണ്ട, അയാൾ തൊലാക്കും ചൊല്ലി ഒഴിവാക്കി. തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി. പക്ഷേ അയാളോട് പറഞ്ഞു, നിക്കാഹങ്ങൾ ചെയ്തില്ലേ? ചെയ്തു. തൊലാക്കുങ്ങൾ ചൊല്ലി. ശാരീരികമായൊരു സ്പർശനവും ബന്ധവും ഒന്നും നടന്നിട്ടില്ല. പകുതി മഹർ ആ പെണ്ണിനെ കൊടുക്കണം. ഒരൊറ്റ നിക്കാഹിലൂടെ വിശുദ്ധ ഇസ്ലാം ഒരു പെണ്ണിന് നൽകുന്നതാണ്. ആ പെണ്ണിന് ഒരു കുറവ് വരാൻ പാടില്ല. അതിന്റെ പകുതി അങ്ങ് കൊടുക്കണം. നിശ്ചയിച്ചതിന്റെ പകുതി അങ്ങോട്ട് കൊടുക്കണം. എന്റെ കുട്ടി കൊടുത്ത മഹറാണ്, ഒന്നും കൊടുക്കൂല, നിങ്ങൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചാൻ പാടില്ല. കാരണന്മാര് പോയിട്ട് അവിടെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. പകുതി അങ്ങോട്ട് കൊടുക്കണം.
ഒരൊറ്റ തവണ ശാരീരിക ബന്ധം പുലർത്തിയോ നിക്കാഹിന് ശേഷം, ആ മഹർ 100 പവനാണെങ്കിലും ശരി, ഒരൊറ്റ ഗ്രാം പോലും തിരിച്ചു വാങ്ങാൻ പാടില്ല. വാങ്ങുന്നത് വൻകുറ്റമാണ്. അതെത്ര വലിയ തറവാട്ടുകാരാണെങ്കിലും ശരി, എത്ര വലിയ സ്വാധീന ശക്തിയുള്ളവരാണെങ്കിലും ശരി, അത് മുഴുവനും ആ പെണ്ണിന് അർഹതപ്പെട്ടതാണ്, മുഴുവനും കൊടുക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് വിശുദ്ധ ഇസ്ലാം നൽകുന്ന ഒരു മഹത്വം നോക്ക് നിങ്ങൾ. ചെറിയൊരു മഹത്വമാണോ ഇത്? ചെറിയ മഹത്വമല്ല, വലിയ മഹത്വമാണ്. അവർക്ക് ഇത് സംബന്ധമായി ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അതിനല്ലേ അല്ലാഹു തആല ആ നിയമം നിർബന്ധമാക്കിയത്. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ തലങ്ങളിലും മഹത്വമുള്ള സഹോദരിമാർക്ക് ഇബാദത്തിന്റെ രംഗത്ത് സൗകര്യമാകുന്നത് മൂലം അവരെ ശരീരത്തിന് അല്ലാഹു തആല നിസ്കാരങ്ങൾ കുറച്ചു നൽകി. ഉമ്മമാരെ, പുരുഷന്മാരെ അത്ര നിസ്കാരം പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു ടൈം വരെ സഹോദരിക്ക് വരുന്നില്ലല്ലോ. ആ സഹോദരിയുടെ ആരോഗ്യ പരിരക്ഷാർത്ഥം നിസ്കാരങ്ങളും മറ്റുമൊക്കെ കുറവാക്കി കൊടുത്തു. ചില ഘട്ടങ്ങളിൽ അവർക്ക് നിസ്കരിക്കൽ നിഷിദ്ധമാണ്, അത് ഖളാ വീട്ടലും നിഷിദ്ധമാണ്. അവരുടെ ശരീരത്തിന്റെ രോഗവും ആരോഗ്യവും നിയന്ത്രിച്ച് നല്ല രൂപത്തിലാണ് അവർ ജീവിക്കേണ്ടത്. പക്ഷേ എപ്പോഴും ജീവിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ നല്ല രൂപത്തിൽ വളർത്തിയതുപോലെ, പക്വതപ്പെടുത്തിയതുപോലെ നല്ല പക്വതയുള്ളവരായി നമ്മുടെ സ്ത്രീ സമൂഹത്തെ നമ്മൾ വളർത്തണം. അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് സ്വർഗമാണ് ഉണ്ടാകേണ്ടത്. ഉപ്പമാർക്ക് പെൺമക്കളെ വളർത്തുന്നതിലൂടെ സ്വർഗം ഓഫർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വളർത്തിയാൽ അത് ലഭിക്കില്ല. മനിബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ഫഅഹ്സന ഇലൈഹിന്ന. പെൺമക്കള് 1 2 അതിലധികമോ ലഭിച്ചിട്ട് അതിൽ വലിയ പരീക്ഷണം ഏറ്റിട്ട് ബാപ്പയും ഉമ്മയും അവർക്ക് വേണ്ടി നല്ല സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫഅഹ്സന ഇലൈഹിന്ന, നല്ല നിലക്ക് അവരെ പഠിപ്പിച്ചു, നല്ല ശിക്ഷണം നൽകി അവരെ വളർത്തി, നല്ല ജീവിതത്തിലേക്ക് അവരെ എത്തിച്ചു. ജീവിതാവസാനം വരെ നല്ല രൂപത്തിൽ അവരെ വളർത്തിയാൽ കുന്നലഹു ഹിജാബം മിനന്നാർ. ഈ പെൺമക്കൾ ആ ബാപ്പക്കും ഉമ്മക്കും നരകത്തിൽ നിന്നുള്ള മറയാകുന്നു. എന്തെങ്കിലും ഒരു സംഗതി വശാൽ ബാപ്പ നരകത്തിലേക്ക് വിധി എഴുതപ്പെടുകയാണെങ്കിൽ ഈ സ്വാലിഹത്തായ പെൺകുട്ടി അതിന് സമ്മതിക്കൂല. ഈ സ്വാലിഹത്തായ പെൺകുട്ടി ഉമ്മാനെയും ബാപ്പാനെയും അതിനനുവദിക്കൂല. അവരവിടെ മറയായി നിൽക്കും, അവരവിടെ തടസ്സമായി നിൽക്കും. അതിന് നല്ല രൂപത്തിൽ വളർത്തണം, നല്ല സംസ്കാരങ്ങൾ സന്നിവേശിപ്പിക്കണം, നല്ല പഠനങ്ങൾ നൽകണം, നല്ല മര്യാദകൾ പഠിപ്പിക്കണം, സ്നേഹമസൃണമായ പെരുമാറ്റങ്ങൾ നൽകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളോട് സ്നേഹത്തോടെ പെരുമാറിയതുപോലെ നല്ല സ്നേഹത്തോടെ പെരുമാറണം. നല്ല ആത്മീയമായി പുരോഗതിയിലേക്ക് അവരെ വളർത്തിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധം കണ്ടില്ലേ? ഏത് യാത്രക്ക് തങ്ങൾ ഒരുങ്ങുകയാണെങ്കിലും ഭാര്യമാരോടൊക്കെ പറഞ്ഞ് ഫാത്തിമ ബീവിയുടെ വീട്ടിലൊന്ന് കേറാതെ മദീനത്തുനിന്ന് തങ്ങളൊരു യാത്ര പോകില്ലല്ലോ. ഏത് യാത്ര കഴിഞ്ഞ് വന്നാലും പള്ളിയിലൊന്ന് കയറി 2 റക്അത്ത് നിസ്കരിച്ച് ഒരല്പനേരം ജനങ്ങൾക്ക് വേണ്ടി അവിടെ വിശ്രമിച്ച് പിന്നെ തങ്ങൾ ആദ്യം കയറുന്ന വീട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ശേഷമാണ് ഭാര്യമാരുടെ വീട്ടിലേക്ക് തങ്ങൾ പ്രവേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ കരച്ചിൽ കേൾക്കുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഒരു പോക്ക് പോയി. ചോദിച്ചു, മോളെ കുട്ടികളെ കരച്ചിൽ കേട്ടല്ലോ. ഉപ്പാ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി കേൾക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, തൊഴിലന്വേഷിച്ചു പോയി. അതേ, ഒരു അറാബിയുടെ
തോട്ടത്തിൽ തൊഴിലെടുത്തിട്ട് കിട്ടുന്ന കാരക്കയും കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് വരുന്നു. രണ്ട് മക്കളെയും രണ്ട് ഭാഗത്തും ഇരുത്തിയിട്ട് കാരക്ക നന്നാക്കി ചീളാക്കി അവരെ വായിൽ വെച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ രണ്ട് മക്കളെ എന്തൊരു സ്നേഹത്തോടെയാണ് തങ്ങൾ വളർത്തിയത്. ആ സ്നേഹത്തോടൊപ്പം അനുകരണവും അനുധാവനവും ചാരിച്ചു കൊടുത്ത രീതിയിലായിരുന്നു അവരെ വളർത്തിയിരുന്നത്. ശബ്ദകോശങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാക്കിയോ ഇല്ല, നോട്ടം കൊണ്ട് പേടിപ്പിച്ചോ ഇല്ല, അവരെ ആട്ടിക്കളഞ്ഞോ ഇല്ല. ഏറ്റവും നല്ല സ്നേഹമുള്ള സ്വഭാവം ഓ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. ആരോടും സ്നേഹമുള്ള സ്വഭാവത്തോടെ വർത്തിക്കണം. ഏത് ചെറിയവരോടും വലിയവരോടും സ്നേഹത്തോടെ പെരുമാറണം. നമ്മുടെ ഭാഷ നന്നാകണം, നമ്മുടെ പറച്ചിലുകൾ നന്നാകണം, മറുപടികൾ നന്നാകണം, പ്രതികരണങ്ങൾ നന്നാകണം, ഓരോ അന്വേഷണങ്ങളും നന്നാകണം. ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മളോട് ചോദിക്കുമ്പോ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന നല്ല മറുപടികൾ പറയണം. എല്ലാ രംഗങ്ങളിലും നമുക്ക് മാതൃകയാകുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അഹ്സനുക്കും അഖ്ലാഖ, നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവരാണ്. ഏറ്റവും നല്ല സ്വഭാവം വെച്ച് പുലർത്തുന്നവർ അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിലേക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരായി തീരാൻ നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കണം, പെരുമാറ്റങ്ങൾ നന്നാക്കണം. എന്തെങ്കിലും ഒരു വിഷയത്തിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം കടിച്ചു പിടിച്ച് മാന്യതയോടെ സംസാരിക്കണം. മാന്യത വിട്ടൊരു സംസാരം സംസാരിക്കരുത്. സഹോദരിമാരോടും സഹോദരന്മാരോടും ഒക്കെ പറയട്ടെ, എത്രയാണ് ഞാൻ ഇങ്ങനെ ക്ഷമിക്കുക എന്നും കരുതിയിട്ട് എന്തും പറയാൻ പറ്റും എന്ന് ചിന്തിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ദേഷ്യം പിടിച്ചപ്പോ ഒരാള് സഹോദരി തന്റെ ഭാര്യ, തന്റെ പ്രിയപ്പെട്ട പത്നി ഒരു പാവപ്പെട്ട പെണ്ണായതുകൊണ്ട് എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും മറുപടി പറയൂല എന്ന് കരുതിയിട്ട് ആ പെണ്ണിനെ മരണപ്പെട്ടു പോയ ഉപ്പയെ പറ്റി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ പറഞ്ഞോളൂ, എന്റെ വാപ്പയെ പറയല്ല. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിലെ മറ്റു എന്റെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച എന്റെ ബാപ്പ ഒരു കുറവും ഞങ്ങളെ ജീവിതത്തിൽ വരുത്തിയിട്ടില്ല. ഉപ്പാനെ നിങ്ങൾ പറയരുത്, എന്നെ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ അദ്ദേഹത്തിന് സ്ട്രോങ് ഒന്നുകൂടി കൂടി. ഈ പെണ്ണ് നല്ലൊരു അപേക്ഷ പറഞ്ഞപ്പോ പിന്നെ ബാപ്പാനെയാണ് പിന്നെ അടുത്തത് പറയുന്നത്. നഊദു ബില്ലാഹ്, ഏറ്റവും വലിയ ദുസ്വഭാവമാണത്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് കൂടെ എല്ലാ നിലക്കും സഹകരിച്ച് ജീവിക്കുന്ന സഹോദരിയുടെ സഹധർമ്മിണിയുടെ ബാപ്പയെയും ബാപ്പാന്റെ ബാപ്പയെയും ഉമ്മയെയും ഒക്കെ പറയുന്ന ആ ഒരു നാവ്, ആ ഒരു രീതി വളരെ വൃത്തികെട്ട മോശപ്പെട്ട സ്വഭാവമാണ്. ഒരിക്കലും അങ്ങനെ ആകരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവര് സ്വന്തം കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാനത് നിങ്ങളോട് വെറുതെ പറയല്ല, എന്റെ ഭാര്യമാരോട് നിങ്ങൾ ചോദിക്കൂ, ഞാൻ എന്റെ കുടുംബത്തിന് ഏറ്റവും നല്ലവനാണ്. പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രിയെ പറ്റി, പകലിനെ പറ്റി എല്ലാം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കിട്ടുന്ന മറുപടിയൊക്കെ കൃത്യമാണ്. ഒന്നിലും ഒരു തകരാറുമില്ലാത്ത മറുപടിയല്ലേ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എത്ര കൃത്യമായ പെരുമാറ്റമാണ്, സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റാകുമ്പോ ഭാര്യമാരുടെ വീട്ടിലൊക്കെ ഒന്ന് കയറിയിറങ്ങും. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കണക്കാക്കി എല്ലാ ഭാര്യമാരെ കുടിലുകളിലും ഒന്ന് കയറിയിറങ്ങും. വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് തങ്ങൾ നേരെ പള്ളിയിലേക്ക് പോകും. അല്ലെങ്കിൽ ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീട്ടിലേക്ക് പോകും. അവിടെ വരെ വളരെ കൃത്യതയാണ് തങ്ങൾ പാലിച്ചിരുന്നത്. എല്ലാ വിഷയങ്ങളിലും കൃത്യതയാണ് തങ്ങൾ പാലിച്ചിരുന്നത്. നല്ല സ്നേഹത്തോടെ, നല്ല സ്വഭാവത്തോടെ, നല്ല സന്തോഷത്തോടെ, നല്ല പെരുമാറ്റത്തോടെ, നല്ല തൃപ്തിയോടെ, സ്വന്തം ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പോലും മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറയുന്ന മറുപടി അങ്ങനെയാ. സ്വന്തം ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങളോട് ആരോടും ദേഷ്യം പിടിച്ചിട്ടില്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദേഷ്യം പിടിച്ചിട്ടില്ല. ദേഷ്യം പിടിച്ചിട്ടുണ്ട്, അത് ദീനിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ ആവശ്യത്തിന് വേണ്ടി. ഞങ്ങൾ എന്തെങ്കിലും നിയമങ്ങളിൽ മാറ്റം വരുത്തിയാലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിവില്ലാത്ത കൊണ്ട് എന്തെങ്കിലും ഞങ്ങൾ ചെയ്തു പോയാലോ അവിടെ ഒരു പക്ഷേ നിറം മാറിയിട്ടുണ്ടാകും. അത് തിരുത്തിത്തരും, പറഞ്ഞു തരും. സഭ്യേതര വാക്ക് ഒരിക്കൽ പോലും അവിടുന്ന് ഉരിയാടിയിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ഭക്ഷണത്തെയും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പുതിയ ആൾക്കാരുടെ സ്വഭാവം എന്താ പറയുക? നിങ്ങൾ ഭക്ഷണത്തെ കുറ്റം പറയും ചെയ്യും, പാകം പോലെ അത് തിന്നും ചെയ്യും. അപ്പൊ അടുക്കളയിൽ ഇരിക്കുന്ന പെണ്ണ് ചിന്തിക്കും, ഇനിയിപ്പൊ രാത്രിക്ക് സ്പെഷ്യലായിട്ട് പൊരിക്കൊന്നും വേണ്ടല്ലോ, ഈ പൊരിച്ചതിന് ശരിയായിട്ടില്ല എന്നല്ലേ ഉപ്പര് പറയുന്നത്. അതൊന്നുകൂടി റീകണ്ടീഷൻ ചെയ്ത് രാത്രി ഒന്നുകൂടി കൊടുത്താൽ മതി. പക്ഷെ പാത്രം എടുക്കാൻ പോകുമ്പോ മുള്ള് മാത്രമേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് വറവിട്ട് ശരിയായിട്ടില്ല, മുളക് ചേർത്ത് ശരിയായിട്ടില്ല, ഉപ്പ് കൂടുതലായിട്ടുണ്ട്, പലതും. അത് പിന്നെ ഞാൻ നോക്കിയില്ല, ഞാൻ അങ്ങ് തിന്നപ്പോ പിന്നെ മൊത്തം അങ്ങോട്ട് കസർത്തി. അങ്ങനെ ശരിയല്ല. കുറ്റം ഒരു ഭാഗത്ത് പറയും ചെയ്യാ. നമുക്ക് കാലം വേറൊരു തൊള്ളിയും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെത്ര സഹിക്കേണ്ടിരുന്ന് ആലോചിച്ച് നോക്കിയാല്. കാരണം ആ തൊള്ള കുറ്റം പറയാൻ വേണ്ടി മാത്രം, ഈ തൊള്ള തിന്നാൻ വേണ്ടി മാത്രമാണെങ്കിൽ അല്ലല്ലാ ആലോചിക്കാൻ പറ്റൂല. ഒരു ഭക്ഷണത്തെയും തങ്ങൾ ശപിക്കൂല, കുറ്റം പറയൂല. കുറ്റം പറഞ്ഞിട്ടേ ഇല്ല ജീവിതത്തിൽ. താല്പര്യമെങ്കിൽ തങ്ങളത് ഭക്ഷിക്കും, താല്പര്യല്ലേ തങ്ങൾ ഉപേക്ഷിക്കും. അങ്ങനെയാണ് അവിടുത്തെ ശൈലി. കുറ്റം പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണല്ലോ നമ്മൾ മാതൃകയാക്കേണ്ടത്, പഠിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായും അവിടുത്തെ സ്വഭാവങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട 3 സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് ഏതൊരു മനുഷ്യനും, ആണിനും പെണ്ണിനും മഹത്വമുള്ളവരായി മാറാൻ സാധിക്കുന്നത്. ഒരാളും മഹത്വമുള്ള ആളായി തീരൂല. ഒന്നാമത്തെ സ്വഭാവം ബന്ധം മുറിച്ചവരോട് ചേർക്കുന്നത് വരെ. ബന്ധം മുറിച്ചവരോട് ചേർക്കാനുള്ള മനസ്സ് വേണം. അതിനെന്തെങ്കിലുമൊക്കെ സബബുണ്ടായിക്കോട്ടെ, അത് പ്രശ്നമില്ല. പക്ഷെ സഹോദരങ്ങളെ, ഞാനിങ്ങനെ വാതൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മളെ അനുഭവങ്ങൾ കേട്ടു നോക്കുമ്പോ സത്യത്തിൽ ആൾക്കാരെ ഓരോരുത്തരെടുത്തി പറഞ്ഞു കൊടുക്കേണ്ട വേളാണ്. ഇപ്പൊ ഏതാമാസം ദുൽഖഅദ മാസല്ലേ, ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങിയ ഒരു കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരോട് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം, അവര് ചെറിയ ഒരു ഹജ്ജ് ക്ലാസ് നടക്കുക. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ നമ്മളെ പരിചയത്തിന്റെ ബന്ധത്തിന്റെ പേരില് ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ ചെറിയൊരു അസ്വാരസ്യമുണ്ട്. 10 വർഷമായിട്ട് പ്രശ്നമൊക്കെ പരിഹരിച്ചു. പിന്നെ ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് റെഡിയായി. പക്ഷെ ഇപ്പോഴും ആ പിണക്കം മാറിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഏതായാലും ഹജ്ജിന് പോകൽ, അവിടെ ഒന്ന് പോയി ഒന്ന് ഭക്ഷണം കഴിച്ച്, അവരെങ്ങോട്ടൊന്ന് ക്ഷണിച്ച് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് റാഹത്തായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങോട്ട് മനസ്സിലൊന്നുമില്ല, അവരെ മനസ്സിലൊന്നുമില്ല ഒന്നാക്കി. ആ മറ്റയാള് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുമല്ലോ. ഹജ്ജിന് പോകുന്ന ആളെ മറുപടിയാണ്, ഉസ്താദേ ഞാൻ മരിക്കാൻ പോകുന്നല്ലോ, ഞാൻ പോയിട്ട് വരൂലേ, ബാക്കി വന്നിട്ട് നോക്കാം. അങ്ങനെ ആകാൻ പാടില്ലല്ലോ. മരിക്കാൻ പോകല്ല എന്നാ പറയേണ്ടത്. ഈ പോകുന്ന സുഹൃതം ഹജ്ജല്ലേ.
പഴയ കാലത്തെ ഹജ്ജിന് പോകുന്ന ആള് കഫംപുട കൊണ്ടുപോവുകയാണെങ്കിൽ കഫംപുടയായിട്ട് പോകുമ്പോൾ കാണുന്ന ആൾക്കാർ പറയും ഇനി ആള് മരിച്ചാലും പ്രശ്നമില്ല, കാരണം ആ രൂപത്തിൽ പറഞ്ഞ് പൊരുത്തപ്പിടിച്ച് ക്ലിയറാക്കി മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വളരെ ശുദ്ധി വരുത്തിയിട്ടാണ് ആള് പോകുന്നത്. അത് കപ്പലിലാണെങ്കിലും വിമാനത്തിലാണെങ്കിലും. പക്ഷെ എങ്ങനെ മറുപടി പറഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത്? കുടുംബ സംഗമങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് നാട്ടിലൊക്കെ. പാലക്കാട് ജില്ലയിലൊക്കെ എത്ര കുടുംബ സംഗമാണ്, എത്ര വലിയ വലിയ കുടുംബക്കാരാണ്. പക്ഷേ ആ കുടുംബ സംഗമങ്ങളെ ഓരോ കുടുംബങ്ങളെ വേർതിരിച്ചിട്ടിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളത് പരിഹരിച്ചുകൊണ്ട് കൈപിടിച്ച് മുസാഫത്ത് ചെയ്താൽ അതായിരിക്കും ഏറ്റവും വലിയ സംഗമം. തറവാടൊക്കെ വായിക്കാൻ എല്ലാവരും ഉഷാറാണ്. എത്രാമത്തെ ഉപ്പാപ്പ ഇന്ന സ്ഥലത്ത് കിടക്കുന്നുണ്ട്, അവിടുന്നുള്ള മറ്റേ ഉപ്പാപ്പ ആ നാട് വിട്ടുപോയി മറ്റേ ജില്ലയിലുണ്ട്, ആ റൂട്ടൊക്കെ വരക്കാം, മാപ്പൊക്കെ വരക്കാം, ഉഷാറാണ്. പക്ഷേ മുന്നിലിരിക്കുന്ന സഭാംഗങ്ങൾ പരസ്പരം മനസ്സ് കോർത്തതാണെങ്കിൽ, മനസ്സിണങ്ങിയവരാണെങ്കിൽ, അവരെ മനസ്സിന് വല്ല പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് തീർക്കുന്ന സംഗമമാണ് ഏറ്റവും വലിയ സംഗമം. ബന്ധം മുറിച്ചവരോട് ചേർക്കണം. ബന്ധം മുറിച്ചത് മരുമകനാണെങ്കിലും ചേർക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ ചോദിച്ചു, അലിയാരെവിടെ? ചൂടായിട്ട് ഇവിടെ നിന്നാണ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫാത്തിമ ബീവി ഒരു വിഷയത്തിൽ ചൂടായി ദേഷ്യം പിടിച്ച് ഇവിടെ ഒറ്റ പോക്കാണ് പോയി. നമ്മളെന്തായിരിക്കും, നമ്മളെ തീരുമാനം എന്തായിരിക്കും? നമ്മളൊരു മരുമകൻ വിട്ട നമ്മളെ തീരുമാനം എന്തായിരിക്കും? എന്നോട് അങ്ങനെ ചൂടായോ? ഇതേ നമ്മളെ മോള് ചൂടാകാൻ മാത്രല്ലേ, അല്ലെ ചൂടാകാൻ മാത്രം എന്തോ പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോടൊന്നും പറഞ്ഞില്ല. തങ്ങൾ നേരെ പോയി നോക്കുമ്പോ പള്ളിയിലുണ്ട്, മദീന പള്ളിയിലുണ്ട്, ഒരു ചെറിയ മുണ്ടും വിരിച്ച ആളെങ്ങനെ ഉറങ്ങാണ്. ആ വിരിച്ച ആ മുണ്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തെത്തിയിട്ടുണ്ട്, മണ്ണിലെത്തിയിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു കിടന്നിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ തൊട്ടിട്ട് യാ അബാ തുറാബ്, ഒരു പുതിയ പേരോണ്ടാ തങ്ങൾ വിളിച്ചത്. യാ അലി എന്നല്ല, യാ അബാ തുറാബ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ എനിക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടമുള്ള പേര് അബൂ തുറാബ് എന്നുള്ള പേരായിരുന്നു. ആ പേരിൽ എന്നെ വിളിക്കായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അബാ തുറാബ് എന്ന് വിളിച്ചപ്പോ ഞാൻ കണ്ണുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കൈ തന്നു, എന്നെ എഴുന്നേൽപ്പിച്ചു. അപ്പൊ എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ മണലായിട്ടുണ്ട്. ആ മണലൊക്കെ ഇങ്ങനെ തട്ടി തന്ന് എന്നെ ഒന്ന് റെഡിയാക്കി എന്റെ കൈയും പിടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ എത്തിയിട്ട് വെള്ളം കുടിച്ച് കാരക്ക കഴിച്ചു, വെള്ളം കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോന്നു. പക്ഷെ അലി റളിയല്ലാഹു അൻഹു പറയണം, ഒറ്റ വിളിയോടുകൂടെ എന്റെ ചൂടൊക്കെ പോയി. എന്ത് വിളി? യാ അബാ തുറാബ്. തങ്ങൾ വിളിച്ചതോടുകൂടി എന്റെ ചൂടൊക്കെ പോയി. ഞാൻ തങ്ങളെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എവിടെ ചൂടായാലും അത് പരിഹരിക്കണം. മുറിഞ്ഞു പോകാന്ന് കണ്ടാ പിന്നെ അത് പറ്റ മുറിക്കല്ല വേണ്ടത്, ചേർക്ക വേണ്ടത്. ബന്ധങ്ങളെ ചേർക്കണം. ചേർക്കാനാണ് കഴിവുണ്ടാകേണ്ടത്. നമ്മുടെ കാരണം കൊണ്ടാണോ മുറിഞ്ഞു പോകുന്നത് എങ്കിൽ നമ്മൾ അവരോട് ചേർക്കുന്ന കാരണക്കാരായി മാറണം. നമ്മളൊരു വാക്കാണോ അതിന് കാരണമായത്, ആ വാക്ക് തിരുത്തണം. നമ്മളെ നിസ്സഹകരണമാണോ അതിന് കാരണമായത്, നമ്മൾ വീണ്ടും സഹകരിക്കണം. അന്ന് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല, ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കതറിയില്ല. അവര് വിചാരിച്ചു നമ്മൾ കൽപ്പിച്ചൂട്ടി വരാതിരുന്നതാണ്. പിന്നെ കുടുംബസമേതം വാഹനത്തിൽ ഒന്നാകൊരു പോക്ക് പോയി. കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ബേക്കറിയൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. അതല്ല, നിങ്ങൾ എന്തിനാ ഇന്ന് വന്നത്? ക്ഷണിക്കുന്ന കല്യാണത്തിനല്ലേ വരേണ്ടതൊക്കെ കഴിഞ്ഞിട്ടാണോ വരേണ്ടത്? അല്ല, വീട് കൂടുമ്പോഴല്ലേ വരേണ്ടതൊക്കെ കഴിഞ്ഞിട്ടാണോ വരേണ്ടത്? അവരോട് നമ്മൾ അപ്പ ചൂടിലൊന്നും പറഞ്ഞില്ല. നമ്മൾ കയറിയിരുന്നു, അവർക്ക് കൊടുക്കേണ്ട ഹദിയകളൊക്കെ കൊടുത്തു. പിന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. അങ്ങനെ അസുഖമാണോ എന്ന് ചോദിച്ചപ്പോ അവര് തന്നെ ബേജാറായി. അങ്ങനെ ഉണ്ടായോ? എന്നിട്ട് എന്തായി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. സന്തോഷത്തോടെ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോന്നു. മുറിയും എന്ന് കാണുന്നിടത്ത് ചേർക്കേണ്ട ബന്ധങ്ങളാണ് ഏറ്റവും വലിയ ബന്ധം. മുറിഞ്ഞോട്ടെ, അവനങ്ങനെ പിണങ്ങിക്കോട്ടെ എന്ന് വെക്കലല്ല, പിണങ്ങാതെ ചേർത്ത് കൊണ്ടുപോകുന്ന സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവം. സ്വഹാബിമാർക്കിടയിൽ വരെ തങ്ങൾ അങ്ങനെയല്ലേ ബന്ധങ്ങളെ ചേർത്തത്. അതേ, ബന്ധം മുറിച്ചത് ചിലപ്പോ വർണ്ണത്തിന്റെ പേരിൽ ബന്ധം മുറിഞ്ഞതുണ്ട്, വർഗത്തിന്റെ പേരിൽ ബന്ധം മുറിഞ്ഞതുണ്ട്, ഗോത്രത്തിന്റെ പേരിൽ ബന്ധം മുറിഞ്ഞതുണ്ട്. ആ മുറിഞ്ഞ ബന്ധങ്ങളൊക്കെ തങ്ങൾ ചേർത്തിട്ട്
പരസ്പരം ഏകോദര സഹോദരന്മാരെ പോലെയാക്കി മാറ്റിയില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടായ്മ. ഒരാള് താഴ്ന്ന ആളാണ്, കാരണം മറ്റേ ആള് കറുത്ത വർഗക്കാരനാണ്, ഇയാള് വെളുത്ത വർഗക്കാരനാണ്. പക്ഷേ തങ്ങള് പറഞ്ഞു വ്യത്യാസമില്ല. ഒരൊറ്റ വാക്ക് പറഞ്ഞതിനാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ, അബൂദർറേ, ബിലാൽ ഇബ്നു റബാഹിനെ സംബന്ധിച്ച് എന്താ നിങ്ങൾ പറഞ്ഞത്? ഉമ്മാനെ പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിച്ചോ? ഉമ്മ കറുത്ത പെണ്ണായി പോയി എന്നുള്ളത്, കറുത്ത വർഗക്കാരിയായി എന്നുള്ളത് കുറ്റപ്പെടുത്താൻ പറ്റിയൊരു വിഷയമാണോ? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മാപ്പ് പറഞ്ഞു എന്ന് മാത്രമല്ല, പൊരുത്തപ്പെടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പിടിച്ചിട്ട് പറയുന്നു, ബിലാൽ ഒന്ന് കാല് പൊക്കി തരണം, എന്റെ കവിൾ തടത്തിൽ ഒന്ന് വെക്കാനാണ്. അബൂദർറേ, അതൊന്നും വേണ്ട, എന്നാലേ എന്റെ മനസ്സിന് തൃപ്തിയാകൂ. ഞാൻ അങ്ങനെ നിങ്ങളെ ഉമ്മാന്റെ കളർ പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിച്ചില്ലേ? നിങ്ങൾക്ക് എന്റെ മനസ്സിനൊരു പൊരുത്തം കിട്ടണം, കാലൊന്ന് പൊക്കി തരൂ. വിടാതെ നിന്നപ്പോ കാല് പൊക്കി കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലെടുത്ത് കവിളിലേക്ക് ഇങ്ങനെ ചേർത്തി വെച്ചു. എന്നോട് നിങ്ങൾ പൊരുത്തമാകണം, ഇനി മേലാല് നിങ്ങളെ കുടുംബത്തിന്റെ വർഗം പറഞ്ഞ് ഞാൻ ആക്ഷേപിക്കില്ല. വ്യത്യസ്ത രൂപത്തിൽ ബന്ധവിച്ഛേദങ്ങൾ നടന്നിരുന്ന ആ കാലത്ത് തങ്ങളെ ഏറ്റവും അധികം ശ്രമിച്ചിരുന്നത് ബന്ധങ്ങളെ ചേർക്കാനാണ്. ഏതെങ്കിലും തരത്തിൽ വിള്ളൽ വന്നാൽ അത് യോജിപ്പിക്കുന്ന സ്വഭാവങ്ങളാ തങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നത്. എത്ര അധികം തങ്ങളോട് അടുത്ത ആളാണെങ്കിലും സ്വന്തം ഉമ്മാന്റെ അനുവാദമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വാഹനം തയ്യാറാക്കി തങ്ങളോടൊപ്പം ഒരു സമരമുഖത്തേക്ക് പോകാൻ തീരുമാനിച്ചു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അടക്കം തിരിച്ചു വിട്ടു. ഉമ്മ നിങ്ങൾക്ക് നൽകിയ മുലപ്പാൽ ഓർമ്മപ്പെടുത്തിയിട്ടും വാഹനമെടുത്ത് വന്നിരിക്കുകയാണോ? തിരിച്ചു പോകണം അബൂ ഹുറൈറ. വരാൻ പറ്റൂല, പെർമിഷൻ ഇല്ലാതെ, സമ്മതല്ലാതെ വരാൻ പറ്റൂല. ഒരാഴ്ച യാത്ര ചെയ്തിട്ടാണ് യമനിൽ നിന്നൊരാൾ വന്നത് മദീനയിലേക്ക്. എന്തിനാ വന്നത്? തങ്ങളെ കൂടെ പോരാനാണ്. തങ്ങൾ പടുത്ത് ഒരു ചെറിയ ചെറുത്തുനിൽപ്പിന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി പോകുന്നത് കേട്ടിട്ടുണ്ട്. ഞാനും കൂടെ പോരാനാണ്. ബാപ്പി ഉമ്മയൊക്കെ വീട്ടിലുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ എന്താ അവരവസ്ഥ? ബാപ്പയും ഉമ്മയും കരഞ്ഞു നബിയെ, എന്നാലും തങ്ങളെ കൂടെ പോരാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പോന്നു. യമനിലേക്ക് മടങ്ങിപ്പോകണം, എന്റെ കൂടെ വരണ്ട, അവരെ സന്തോഷിപ്പിക്കണം. ആ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങോട്ടാ തങ്ങൾ പറഞ്ഞേക്കുന്നത്. എല്ലാ രംഗങ്ങളിലും അങ്ങനെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചെന്ന സ്വഭാവം അങ്ങനെയാണ്. കുടുംബത്തിലെ വിവിധ വേരുകളോടൊക്കെ അങ്ങനെയാ തങ്ങൾ കാണിച്ചെന്ന മാതൃക. അതിലൊട്ടും മായാതെ നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. മുറിഞ്ഞു പോകുന്ന, അറ്റുപോകുന്ന ബന്ധങ്ങളെ ചേർക്കുക അവിടുത്തെ ഏറ്റവും നല്ല സ്വഭാവമാണ്. ഒരിക്കലും അത് മുറിയരുത്, അറ്റുപോകരുത്. അറ്റുപോയ ആളുകൾ ബന്ധങ്ങളൊക്കെ തങ്ങൾ വിളക്കി ചേർത്തു. 8 വർഷത്തിന് ശേഷം മക്കയിലേക്ക് തിരിച്ചു വന്ന് പഴയ ബന്ധങ്ങളെയും പഴയ നാട്ടുകാരെയും മറ്റുമൊക്കെ തങ്ങൾ ചേർത്തു. രണ്ടാമത്തെ സ്വഭാവം അന്യായം ചെയ്തവർക്ക് മാപ്പ് കൊടുക്കണം. അറിവില്ലായ്മയുടെ പേരിലായിരിക്കും, സ്വാധീനത്തിന്റെ പേരിലായിരിക്കും, വേറെ എന്തെങ്കിലൊക്കെ വൈരാഗ്യത്തിന്റെ പേരിലായിരിക്കും മാപ്പ് നൽകിയേക്കാം. കല്ലെടുത്തെറിഞ്ഞവർ, തൂക്കി വിളിച്ചവർ, പോകുന്ന വഴികൾ തടസ്സപ്പെടുത്തിയവർ, അതെ, പലപ്പോഴും കഅബത്തുൽ മുശറഫയുടെ മുന്നിൽ നിസ്കരിക്കുമ്പോ ദൂരെ നോക്കി നിന്ന് പരിഹസിച്ച് ചിരിച്ചവർ എല്ലാവരും ഇല്ലേ മക്ക ഫത്ഹിന്റെ അന്നവിടെ? അവർക്കെല്ലാവർക്കും മാപ്പല്ലേ തങ്ങൾ നൽകിയത്? ഒന്ന് ശിക്ഷിക്കാൻ ഉത്തരവിട്ടാൽ 10,000 സ്വഹാബത്ത് മദീനയിൽ നിന്ന് തങ്ങളെ കൂടെ വന്നിട്ടില്ലേ? 10,000 വേണ്ടതില്ലല്ലോ. പക്ഷേ തങ്ങൾ അവരോട് പറഞ്ഞത്, എന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? മക്കക്കാർ ഏകസ്വരത്തിൽ പറഞ്ഞു, ഖൈറാ,
നല്ലത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, നല്ലതാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഇദ്ഹബൂ ഫഅൻതുമുത്തുലഖാ, നിങ്ങൾ ഓരോരുത്തരും വീട്ടിലേക്ക് പോകണം, നിങ്ങൾ മോചിതരാണ്, നിങ്ങൾ സ്വതന്ത്രരാണ്. മാപ്പ് കൊടുക്കണം. ഉപ്പമാരോട് പറയട്ടെ, ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് മാപ്പ് കൊടുക്കണം എന്നോ പറഞ്ഞു പോയ ഒരു വാക്ക്, അത് കറയായിട്ട് അതിന്റെ ഹർഫൊന്നും മാറാതെ, ഹർക്കത്തൊന്നും വിടാതെ, സമയവും തെറ്റിപ്പോകാതെ അങ്ങനെ കാത്തു സൂക്ഷിച്ച് മനസ്സിൽ അങ്ങനെ ഒളിപ്പിക്കണ്ട, ഡിലീറ്റാക്കി കളയണം, ഒഴിവാക്കി കളയണം. പറഞ്ഞത് അന്ന് അന്യായമായിരിക്കും, ശരിയാണ്. പക്ഷെ അത് മാപ്പ് കൊടുക്കുമ്പോ നമ്മുടെ മനസ്സും അവരെ മനസ്സും വൃത്തിയാകുന്നു, നമ്മുടെ സ്വഭാവവും അവരെ സ്വഭാവവും നന്നാകുന്നു, രണ്ടുപേരെയും അല്ലാഹു നന്നാക്കി തരുന്നു. പാപ്പമാര് മക്കൾക്ക് മാപ്പ് കൊടുക്കണം, സഹോദരങ്ങൾ സഹോദരങ്ങൾക്ക് മാപ്പ് കൊടുക്കണം, അയൽവാസികൾ അയൽവാസികൾക്ക് മാപ്പ് കൊടുക്കണം, കൂടെ പഠിച്ചവർക്ക് മാപ്പ് കൊടുക്കണം, കൂടെ തൊഴിലെടുക്കുന്നവർ തൊഴിലെടുക്കുന്നവർക്ക് മാപ്പ് കൊടുക്കണം. അപജയങ്ങൾ എല്ലായിടങ്ങളിലും സംഭവിച്ചേക്കാം, പലതും ഇൽമിന്റെ കുറവിന്റെ പേരിലായിരിക്കും, ചിലത് സംസ്കാരത്തിന്റെ കുറവിന്റെ പേരിലായിരിക്കും. എല്ലാവർക്കും ഒരേ രൂപത്തിലാകണമെന്നില്ലല്ലോ, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് അവരെ കൂടി നന്നാക്കണം. സഹോദരങ്ങളെ, സുമാമത്ത് ബിനു ഉസാൽ റളിയല്ലാഹു അൻഹു വിശുദ്ധ ദീനിലേക്ക് വന്ന ശേഷം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഞാൻ ഉംറ നിർവഹിക്കാൻ പോകുന്ന വഴിയിലാണ് സ്വഹാബത്ത് എന്നെ പിടിച്ച് മദീനയിൽ കൊണ്ടുവന്ന് ബന്ധിതനാക്കിയത്, ഞാൻ ഉംറ നിർവഹിക്കട്ടെയോ? ഉംറ നിർവഹിച്ചോളൂ. മുസ്ലിമായിട്ട് സുമാമത്ത് ബിനു ഉസാൽ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോയി. തൽബിയത്ത് ചൊല്ലുമ്പോ മക്ക നിവാസികൾ മുശ്രിക്കുകൾ സുമാമയെ കളിയാക്കി, അസബൗതയാ സുമാമ, നീ മതം മാറിയോ സുമാമ? നിന്റെ തൽബിയത്ത് കേട്ടിട്ട്, നിന്റെ ഖുശൂഅ് കണ്ടിട്ട്, തവാഫ് കണ്ടിട്ടൊക്കെ മാറിയെന്ന് തോന്നുന്നുണ്ട്. സുമാമ പറഞ്ഞു, എന്നെ കളിയാക്കരുത്, നിങ്ങളെ നാട്ടിലേക്ക് ധാന്യം വരുന്നത് യമാമയിൽ നിന്നാണ്, അതിന്റെ ഗോഡൌണിന്റെ താക്കോല് എന്റെ കയ്യിലാണ്, എന്നെ കളിയാക്കിയാൽ നിങ്ങളെ ഭക്ഷണം ഞാൻ മുടക്കും. അവര് പ്രശ്നമാക്കാതെ വീണ്ടും പരിഹസിച്ചു. സുമാമത്ത് ബിനു ഉസാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉംറ കഴിഞ്ഞ് നേരെ യമാമയിൽ പോയി, ഗോഡൌൺ അടച്ചുപൂട്ടി. അതാ മക്കക്കാര് ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടായി, അന്നം കിട്ടാതെ ഇടങ്ങേറായി. അവരൊരു കത്തെടുത്ത് ഒരു എഴുതി മദീനയിലേക്ക്, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളല്ലേ, നിങ്ങളെ ശിഷ്യൻ ഇവിടെ തവാഫിന് വന്ന് ഉംറക്ക് വന്ന് ഞങ്ങളെ അന്നം മുടക്കിയിട്ടുണ്ട്, ഭക്ഷണം നിർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് വേഗം സ്വഹാബത്തിനെ വിട്ടിട്ട് പറഞ്ഞു, യമാമയിലേക്ക് വിട്ട്, ഭക്ഷണം അത് മനുഷ്യന്റെ അവകാശമാണ്, അത് തടഞ്ഞുകൂടാ. ഗോഡൌൺ തുറന്നു കൊടുക്കാൻ പറയൂ, മക്കയിലേക്ക് ധാന്യം വിട്ടേക്കാൻ പറയൂ, ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണ്, കളിയാക്കിയതിന് കിട്ടിയ ശിക്ഷയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാത്ത വിഷയമൊന്നുമല്ല. പക്ഷേ തങ്ങൾ അവിടെ കാരുണ്യത്തിന്റെ കടലാ തങ്ങൾ തുറന്നത്. അന്യായമാണ് അവർ ചെയ്തത്, അതിന് മാപ്പ് കൊടുത്തിട്ടാണ് വീണ്ടും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞത്. ഇങ്ങോട്ട് തടഞ്ഞവർക്ക് അങ്ങോട്ട് കൊടുക്കണം. ഒരു 3 വർഷക്കാലവും ചില്ലറ മാസവും ഒരിറ്റ് ഭക്ഷണം കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖദീജ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവരെയും മലഞ്ചെരുവിൽ താമസിപ്പിച്ച ആളുകളാണ്. ഞങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കത്തെഴുതുന്നത്. ഇങ്ങോട്ട് തടഞ്ഞവരാണ് അവര്, ഒന്നും കൊടുക്കാതെ നിസ്സഹകരിച്ചവരാണ്. പക്ഷെ അങ്ങോട്ട് കൊടുത്ത് സഹകരിക്കാം. അങ്ങോട്ട് അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്, കൊടുക്കൂല തീരുമാനിക്കല്ലേ വേണ്ടത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന സ്വഭാവം. ഇങ്ങോട്ടൊരാൾ നമ്മളെ നേരെ എതിർപ്പിലാണെങ്കിൽ സഹവാസത്തിലാകണം. നല്ല സ്വഭാവം കൊണ്ട് അയാളെ കടുപ്പുള്ള സ്വഭാവം മാറ്റിമറിക്കാൻ കഴിയണം. എത്ര കടുപ്പമേറിയ സ്വഭാവം പുലർത്തിയ ആളുകളെയും നല്ല സ്വഭാവക്കാരാക്കി മഹാന്മാര് മാറ്റിയത് അങ്ങനെയാണ്. നല്ല സ്വഭാവം പകർത്തി കൊടുത്തുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല സ്വഭാവമുള്ളവരെയാണ്.
നല്ല സ്വഭാവം തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് തങ്ങൾ നമ്മോട് പറഞ്ഞത്, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ അഹ്സനുക്കും അഖ്ലാഖാ. നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവരാണ്. ആ നല്ല സ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 തലങ്ങളാണ് ഈ ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ, സ്വലാത്ത് മജ്ലിസ് ആണല്ലോ, സ്വലാത്തിന്റെ വാർഷികമാണല്ലോ. സ്വലാത്ത് നന്നായി ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി ചൊല്ലി നമ്മുടെ സ്വഭാവങ്ങൾ നന്നാകണം. നമ്മുടെ ഖൽബിന് വിശുദ്ധി ലഭിക്കണം. ടെൻഷനുകളൊക്കെ മാറിക്കിട്ടണം. വൈകല്യങ്ങളൊക്കെ മാപ്പായി കിട്ടണം. മരിക്കുന്നതിന്റെ മുമ്പ് നല്ല അവസ്ഥയിലായിട്ട് മരിക്കാൻ കഴിയണം. ഇരിക്കട്ടെ, മരിക്കുമ്പോഴേക്ക് സ്വലാത്തിന്റെ റിസൾട്ട് വന്നു കിട്ടണം. ഇന്ന് വെള്ളിയാഴ്ചയല്ലയോ? ബഹുമാനപ്പെട്ട ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരികയാണ്. ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ മഹാനവറുകളെ കുളിപ്പിച്ചു. ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വഫാത്തായി. നേരെ കൊണ്ടുവന്നു വെക്കുമ്പോ ജനങ്ങൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു കിടക്കുന്നതിന്റെ നേരെ അടിഭാഗത്തായി എല്ലാവരും കാണുന്നൊരു കാഴ്ച എന്താണെന്നറിയുമോ? ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് ആളുകൾ പറയുന്നു, ഇത് വല്ലാത്തൊരു സന്തോഷ വാർത്തയാണ്. ഒരു കഷ്ണം കടലാസ് കിടക്കുന്നതിന്റെ ഭാഗത്തായി കാണുന്നു. ആ കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദിഹി ബറാഅത്തും മിനന്നാർ. ഇത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. നരകത്തിൽ നിന്നുള്ള മോചനമാണ്. ഖല്ലാദ് ഇബ്നു കസീർ, ഖല്ലാദ് ഇബ്നു കസീറിന് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. കുടുംബക്കാരോട് ചോദിച്ചു, വീട്ടുകാരോട് ചോദിച്ചു, ഈ കിടക്കുന്ന ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു എന്തായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്? കുടുംബം പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ മുതൽ തന്നെ മാനവറുകൾ സ്വലാത്ത് ചൊല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി. 1000 തവണ സ്വലാത്ത് ചൊല്ലാതെ ഒരു വെള്ളിയാഴ്ചയും ഒഴിവാക്കാറില്ല. എല്ലാ വെള്ളിയാഴ്ചയും 1000 സ്വലാത്ത് ചൊല്ലിയപ്പോൾ അതിന്റെ റിസൾട്ട് വന്നത് മരിച്ച അന്ന് കട്ടിലിൽ കിടക്കുന്നതിന്റെ അടിഭാഗത്തായി ഒരു എഴുത്ത് കാണുന്നു. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, സ്വലാത്തുമായി നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം. സ്വലാത്തുമായി നല്ല കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമായി കിട്ടുന്നത് അത് തന്നെ ഉണ്ടാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ രാത്രിയിലും കാണാൻ അല്ലാഹുവിന്റെ റസൂല് വലിയ സന്തോഷം നൽകിയ മാനല്ലേ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. ശിബിലി ഇമാമിന്റെ അയൽക്കാരൻ മരണപ്പെട്ടപ്പോ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു അയൽവാസിയെ കണ്ടു. സ്വപ്നത്തിൽ കണ്ട അയൽവാസിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? അയൽവാസി പറഞ്ഞു, മറത്ത് ബി അഹ്വാലുൻ അദീമാ. എന്റെ മുന്നിലൂടെ ഭീകരമായ രംഗങ്ങൾ പലതും കടന്നുപോയി. ഞാൻ പേടിച്ചുപോയി. ചോദ്യങ്ങൾ ഓരോന്നായി എന്റെ മുന്നിൽ വന്നു. ഈ ചോദ്യത്തിനൊക്കെ ഞാൻ എവിടുന്ന് ഉത്തരം പറയാനാണെന്ന് എന്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, അലം അമുത്ത് അലൽ ഇസ്ലാം, മുസ്ലിമായിട്ടല്ലേ ഞാൻ മരിച്ചത്? ഞാൻ നല്ലോണം നിസ്കരിച്ചിരുന്ന ആളായിരുന്നില്ലേ? ഓരോന്നും ഞാൻ ഇങ്ങനെ എണ്ണി പറയുമ്പോ അതാ ബാക്കിൽ നിന്ന് ഞാൻ കേൾക്കുന്ന രൂപത്തിൽ ഒരു വിളിയാളം, ഹാദിഹി ഉഖൂബത്തു ഇഹ്മാലിക ലിസാനിക ഫിദ്ദുനിയാ. ദുനിയാവിൽ നിങ്ങളുടെ നാവിനെ നിങ്ങൾ തടസ്സപ്പെടുത്തിയതിനുള്ള ശിക്ഷയാണ്. പലപ്പോഴും
പലപ്പോഴും പറയേണ്ടത് ചൊല്ലാതെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ തടസ്സപ്പെടുത്തി പോയി. എന്നെ പിടികൂടാൻ വേണ്ടി 2 ചോദ്യം ചെയ്യുന്ന മലക്കുകളും ഉദ്ദേശിച്ച് മുന്നോട്ട് വന്നപ്പോ ഹാല ബൈനി വബൈനഹുമാ റജുലുൻ ജമീലുൻ ത്വയ്യിബുർ റൈഹ, എനിക്കും ആ 2 മലക്കുകൾക്കും ഇടയില് കാണാൻ നല്ല സൗന്ദര്യമുള്ള സുഗന്ധവാസനയുള്ള ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ഫദക്കറനി ഹുജ്ജതി, ഞാൻ അവരോട് പറയേണ്ടത് എന്താണെന്ന് എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നു. മലക്കുകൾക്ക് ഞാൻ ആ മറുപടി അങ്ങ് കൊടുത്തു. ഞാൻ ചോദിച്ചു ആ കാണുന്ന നല്ല രൂപത്തോട്, മൻ അന്ത യർഹമുക്കല്ലാഹ്, കുടുങ്ങാൻ പോകുന്ന നേരത്ത് ഒറ്റക്കാകുന്ന ഈ കുഴിയില് എന്നെ വന്ന് രക്ഷപ്പെടുത്തിയ നിങ്ങളാരാ? അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആ സമയത്ത് പറഞ്ഞു, അന ശഖ്സുൻ ഖുലിഖ്തു ലികസ്റതി സ്വലാതിക അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മേല് നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടല്ലോ, അതിന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എല്ലാ ഖബറിലും സഹായത്തിന് ഞാൻ ഉണ്ടാകും. എന്നോട് അങ്ങനെ ഒരു കൽപ്പനയുണ്ട്. ഈ വന്നത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയത് കാരണം സഹായത്തിന് വേണ്ടി അല്ലാഹു തആല വിട്ട ഒരു ദൂതനാണ്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ നമ്മുടെ സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു സ്വലാത്തിന്റെ എണ്ണങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചെടുത്ത് മഹാനവറുകൾ പറഞ്ഞു, ഇക്സാറു സ്വലാത്തി അലാമത്തു അഹ്ലിസ് സുന്നah, സ്വലാത്തിന്റെ എണ്ണം പെരുപ്പിച്ച് ചൊല്ലുന്നത്, ധാരാളം സ്വലാത്ത് ചൊല്ലി പതിവാക്കുന്നത് അഹ്ലുസ് സുന്നയുടെ അടയാളമാണ്. അതുകൊണ്ട് സ്വലാത്തിന്റെ എണ്ണം പെരുപ്പിച്ച് ഓരോ ദിവസവും സ്വലാത്തുകൾ ധാരാളം ചൊല്ലി ഞാനും നിങ്ങളും നന്നാകുന്ന ഒരു വശം സ്വലാത്തിലൂടെയുണ്ട്. നമ്മുടെ സ്വഭാവങ്ങൾ നന്നാകുന്ന, വൈകല്യങ്ങൾ അല്ലാഹു അഫ്വാക്കി തരുന്ന, അതുപോലെ തന്നെ വിഷമങ്ങളൊക്കെ നീങ്ങിത്തരുന്ന സ്വലാത്തിന്റെ ഏറ്റവും വലിയ കാര്യം തന്നെ അതല്ലേ. അധികം സ്വലാത്ത് ചൊല്ലിയിട്ട് എല്ലാ വിഷയങ്ങൾക്കും സ്വലാത്ത് ഫലപ്പെടുത്താൻ പറ്റുന്നതാണ്. ദുനിയാവിലുള്ള സംഗതികൾക്ക് വേണ്ടി മാത്രമല്ല, പാരത്രിക ലോകത്തുള്ള ഓരോ സന്ദർഭങ്ങളിലും മോക്ഷം ലഭിക്കാൻ, വിജയം ലഭിക്കാൻ സ്വലാത്ത് വലിയ സബബാണ്. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരുന്നപ്പോ ഉത്തരങ്ങളൊക്കെ ഘട്ടം ഘട്ടമായി വന്ന് പറഞ്ഞു കൊടുത്തത് ഇവിടെ ചൊല്ലിയ സ്വലാത്തിന്റെ ആധിക്യം കൊണ്ട് കിട്ടിയ ഒരു സഹായം തന്നെയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വലാത്തിന്റെ എണ്ണം അധികരിപ്പിക്കുക. ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരായി മാറുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലുന്ന സ്വലാത്ത്, എഴുതുന്ന സ്വലാത്ത്, അതേ ചൊല്ലിക്കൊടുക്കുന്ന സ്വലാത്ത്, അതെല്ലാം നമ്മുടെ പാപമോചനത്തിന് വലിയ നിമിത്തമാണ്. എണ്ണം കണക്ക് വെക്കാതെ തങ്ങൾ നിർവഹിക്കാൻ പറഞ്ഞൊരു അമല് സ്വലാത്തല്ലേ. സമ്പത്ത് കൊടുക്കുന്നിടത്ത്, ഇസ്ലാമിന് കൊടുക്കുന്നിടത്ത് വരെ തങ്ങൾ ലിമിറ്റ് ചെയ്തല്ലോ. 1/3 കൊടുത്താൽ മതി എന്ന് തങ്ങൾ പറഞ്ഞല്ലോ. ഏറെ കൊടുക്കാൻ ഉദ്ദേശിച്ച സ്വഹാബിയോടും 1/3 അതിന്റെ ചുരുക്കം തങ്ങൾ നൽകിയില്ലേ. നിസ്കാരം രാത്രി മുഴുവനും നിസ്കരിക്കാൻ ഉദ്ദേശിച്ച സ്വഹാബിയോട് രാത്രി മുഴുവനും വേണ്ട, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ ശേഷമാകട്ടെ എന്നുള്ള നിലക്ക് പരിമിതപ്പെടുത്തിയില്ലേ. എന്നും നോമ്പ് നോൽക്കാൻ ഉദ്ദേശിച്ച
ഉപദേശിച്ച് വന്ന സ്വഹാബിയോട് എന്നും വേണ്ട, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് പോലെ ഒന്നരാടമായിട്ട് നോമ്പ് സ്വീകരിച്ചോ എന്ന് പറഞ്ഞില്ലേ? സ്വലാത്തിന്റെ എണ്ണം അധികം ചൊല്ലാൻ ഉദ്ദേശിച്ച് വന്ന ആളോട് ലിപ്തപ്പെടുത്തി കൊടുക്കാതെ എത്ര അധികം ചൊല്ലാൻ കഴിയുമോ? ഇദന്തുകുഫാ ഹമ്മക വയുകഫറു ലക ദംബുക. നിങ്ങളെ വിഷമങ്ങൾ മുഴുവനും പരിഹരിക്കപ്പെടും. എത്ര കണ്ട് നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുന്നുവോ, ദുനിയാവിലെ വിഷമങ്ങളും ആഖിറത്തിലെ വിഷമങ്ങളും എല്ലാം പരിഹരിച്ചു കിട്ടാൻ സ്വലാത്ത് വലിയ മാധ്യമമാണ്. പാപങ്ങൾ പൊറുക്കപ്പെട്ട് നമ്മൾ നന്നാകാനും സ്വലാത്ത് വലിയ മാർഗമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാനും തങ്ങളെ കാണാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി അല്ലാഹു ഖബൂലാക്കി തരട്ടെ.